നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞായറാഴ്ചയാണ്, ഒരു നല്ല ദിവസം, നല്ലൊരു അവധി ദിവസം എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ആശംസിക്കുന്നു. ചെന്നൈയിൽ പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. കഴിഞ്ഞ ദിവസം നമുക്ക് ആഞ്ഞടിച്ച ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഒരുപാട് നാശനഷ്ടങ്ങൾ ചെന്നൈയുടെ തീരപ്രദേശങ്ങളിൽ, കരഭൂമിയിലൊക്കെ ഉണ്ടാക്കി. 12ഓളം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിപ്പോൾ ഓറഞ്ച് അലേർട്ടായി മാറി എന്ന വിവരങ്ങൾ പങ്കുവെക്കപ്പെടുന്നുണ്ട്. 4 മരണങ്ങൾ സംഭവിച്ചു. ഇപ്പോഴും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. ജാഗ്രത ചെന്നൈയിലെ, തമിഴ്നാട്ടിലെ പല ജില്ലകളിലും ഉണ്ട് എന്നുള്ളതും പ്രധാനമാണ്. മറ്റൊന്നാണ് കൊച്ചിയിലുണ്ടായ അതിശക്തമായ തീപിടുത്തം. ഇന്നലെ രാത്രിയിൽ 2 സ്ഥലങ്ങളിലാണ് കൊച്ചിയിൽ തീപിടുത്തമുണ്ടായത്. തീവണ്ടി സർവീസുകളെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ള തീപിടുത്തമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളുണ്ടാകും. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട് ഇന്ന് രാവിലെയിൽ. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. തമിഴ്നാട് തീരത്ത് നാശം വിതച്ച് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ്. ചെന്നൈയിൽ 4 മരണം. പുതുച്ചേരി, കടലൂർ, വിഴുപ്പുരം തീരങ്ങളിൽ കനത്ത മഴ. ചുഴലിക്കാറ്റ് കരതൊട്ടത് ഇന്നലെ അർദ്ധരാത്രിയോടെ. എറണാകുളത്ത് ആശങ്ക സൃഷ്ടിച്ച 2ഇടത്തെയും തീപിടുത്തങ്ങൾ നിയന്ത്രണ വിധേയം. സൗത്ത് പാലത്തിന് സമീപം ആക്രി ഗോഡൌൺ കത്തി നശിച്ചത് പുലർച്ചെ 2:30-ഓടെ. ഗോഡൌണിലുണ്ടായിരുന്ന 9 പേരും സുരക്ഷിതർ. നിർത്തിവെച്ച തീവണ്ടി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെടുമ്പാശ്ശേരി ആപ്പിൾ റെസിഡൻസി ഹോട്ടലിലെ തീയണച്ചു. മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ രക്ഷിച്ചു. 4 കാറുകൾ കത്തി നശിച്ചു. കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ മുനമ്പം ജനതയുടെ സമരം 50-ാം നാളിൽ. ചർച്ചകൾ ഏറെ നടന്നിട്ടും പരിഹാര നിർദ്ദേശങ്ങൾ അകലെ. സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിയില്ലെന്ന നിലപാട് ഉറപ്പിച്ച് ജനങ്ങൾ. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറ്റന്നാൾ കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച. കൂടുതൽ വോട്ടുകൾ എണ്ണിയെന്ന റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന് കമ്മീഷൻ. വിശദീകരണം വിശ്വസിച്ച് പിന്നാക്കം പോകില്ലെന്ന് കോൺഗ്രസ്. സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്ത സർക്കാരിനെതിരെ ആലപ്പുഴയിൽ കർഷക രോഷം. കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി. സർക്കാർ നൽകാനുള്ളത് പുഞ്ചകൃഷിയുടെ 84 ലക്ഷം രൂപ. പ്ലംബിംഗ് സബ്സിഡിയായും കർഷകർക്ക് കിട്ടാൻ ബാക്കി. ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ സംസ്കാരം രാവിലെ 10 മണിക്ക്. മാനേജ്മെന്റിനുമെതിരെ കടുത്ത പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. എട്ട് വർഷത്തിനു ശേഷം സിറിയയിൽ വിമതരും സൈന്യവും വീണ്ടും നേർക്കുനേർ. സംഘർഷം രൂക്ഷം. സാധാരണക്കാരടക്കം 200-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. നമുക്ക് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകണം. അവിടെ ഇന്നലെ അർദ്ധരാത്രിയോടെ ഏതാണ്ട് 11:30 മണിക്ക് ശേഷമാണ് ഈ ചുഴലിക്കാറ്റ് കരതൊട്ടത്. അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി. പുതുച്ചേരി തീരത്തിന് സമീപം ചുഴലിക്കാറ്റ് കരതൊടുകയായിരുന്നു. കരതൊട്ടതോടെയാണ് ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയത്. ചെന്നൈയിലും മറ്റു ജില്ലകളിലും കനത്ത മഴ തുടരുന്നുണ്ട്. മഴക്കെടുതിയിൽ 4 മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തു. ചെന്നൈ വിമാനത്താവളം തുറന്നു. ട്രെയിൻ സർവീസും പുനരാരംഭിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ ഭീതി വിതച്ച ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട് എങ്കിൽ പോലും നാശനഷ്ടങ്ങളൊക്കെ കണക്കാക്കി വരുന്നതേയുള്ളൂ. തിരമാലകൾ വലിയ തോതിൽ ആഞ്ഞടിച്ച പശ്ചാത്തലമൊക്കെയുണ്ട് തീരപ്രദേശങ്ങളിൽ. അങ്ങനെ തമിഴ്നാടിന് ഭീതി ജനിപ്പിച്ച ആന്ധ്രയുടെ കിഴക്കൻ തീരത്തിലടക്കം ഭീതിജനകമായിരുന്ന ഫിഞ്ചാൽ കരതൊട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മഴ പല ജില്ലകളിലും അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. സുബി വിശ്വനാഥൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുബി, ഇപ്പോൾ ഈ കരതൊട്ടു എന്നുള്ളതാണ്, അതിതീവ്ര ന്യൂനമർദ്ദമാകുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്? നേരത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന പല ജില്ലകളിലും അത് ഓറഞ്ച് അലേർട്ടായി എന്ന വിവരങ്ങളുമുണ്ട്. ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ പല ജില്ലകളിലും? തീർച്ചയായും രഞ്ജിത്ത്, മഴ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇന്നലെ ഭീതി വിതച്ച ചുഴലിക്കാറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ തമിഴ്നാടിൻ്റെ തീരം തൊട്ടത്. പുതുച്ചേരിക്കും മഹാബലിപുരത്തിനും ഇടയിലാണ് ഇത് തീരം തൊട്ടത്. വലിയൊരു നാശനഷ്ടമാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അത്രയും വലിയ തീവ്രമായ ഒരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇത് തീരം തൊട്ടതിന് ശേഷം ഇപ്പോൾ തമിഴ്നാടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ തീരം കേന്ദ്രീകരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടുകൂടി തന്നെ അത്
അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. 10 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് അടിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 7 കിലോമീറ്റർ സ്പീഡിലേക്ക് മാറിയിട്ടുണ്ട്. കനത്ത കാറ്റ് വീശുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഇതിൻ്റെ ദിശയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി മഴക്കെടുതി എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ പുതുച്ചേരിയുടെ ഭാഗം, ഈ ഏറ്റവും കനത്ത മഴ ലഭിക്കുന്നത് ഈ ചുവപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ്. പുതുച്ചേരി, ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുച്ചേരി, കടലൂർ, വീഴുപുരം ജില്ലകളിലാണ് കനത്ത മഴ പെയ്യുന്നത്. ഈ വൈദ്യുതാഘാതമേറ്റാണ് 4 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ കനത്ത മഴ പെയ്തതോടുകൂടി വൈദ്യുതാഘാതത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു മഴ 4 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ചെന്നൈ വിമാനത്താവളം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അടച്ചത്. ചെന്നൈ വിമാനത്താവളം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയാണ്. 226 ഫ്ലൈറ്റുകൾ ഇതിനോടകം ചെന്നൈയിൽ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും തമിഴ്നാട്ടിൽ 13 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വില്ലുപുരം, കല്ലാക്കുറിച്ചി, കൂടല്ലൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ് തുടരുന്നത്. ഇതിനോടകം തന്നെ 226 ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഏതായാലും തെക്കൻ തീരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ ഒരു ദിശ എന്ന് പറയാം. അത് നെല്ലൂര്, തിരുപ്പതി വഴി പോയി അതോടുകൂടി ഇല്ലാതാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, അതായത് ഏതാണ് ദൂരോളം വിമാന സർവീസുകളെ ബാധിച്ച ഒരു ചുഴലിക്കാറ്റ്. അതായത് നമുക്കറിയാം ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കള്ളക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ വലിയ മഴ, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വലിയ മഴ പെയ്ത പശ്ചാത്തലമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ തെക്കൻ ആന്ധ്രാപ്രദേശിൽ മഴ ശക്തമാകുന്നു എന്ന സൂചനകൾ കൂടിയുണ്ട്. 48 മണിക്കൂറിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്ന് MK സ്റ്റാലിൻ തമിഴ് ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ? ഈ അതിതീവ്ര ന്യൂനമർദ്ദമായ കാറ്റ് അത് കൂടുതൽ തലത്തിലേക്ക് മാറുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നില്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ആ ഒരു സൂചനകൾ തന്നെയാണ്. ഇപ്പോൾ അത് ചുഴലിക്കാറ്റ് മാറി വീണ്ടും അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. നല്ല മഴയാണ് പെയ്യുന്നത്. സെന്റിമീറ്റർ 22 സെന്റിമീറ്റർ ദൈർഘ്യമുള്ള തരത്തിലുള്ള മഴയാണ് പെയ്യുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഇത് ഇപ്പോൾ പുതുച്ചേരിയിലാണ് കര തൊട്ടതെങ്കിലും തമിഴ്നാടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലൂടെ ഇത് പോകുന്നു എന്ന വസ്തുതയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത് പോയി നെല്ലൂര്, തിരുപ്പതി ഭാഗങ്ങളിലേക്കാണ് എത്തുക. അതോടുകൂടി അത് അപ്രത്യക്ഷമാകും. ഏതായാലും നെല്ലൂരിൽ ഇന്നലെയൊക്കെ നല്ല കനത്ത മഴയായിരുന്നു പെയ്തിരുന്നത്. ഇന്നും അതേ സാഹചര്യം തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കാറ്റിൻ്റെ ദിശ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു, കാറ്റിൻ്റെ ദിശ പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. കാരണം അനുനിമിഷം ഇതിൻ്റെ ഒരു ദിശ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയ്ക്കാണ് ഇത് കരതൊടുക എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് അത് പുതുച്ചേരിക്കും മഹാബലിപുരത്തിനും ഇടയിലാണ് ഇത് കരതൊട്ടത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിനുശേഷം ഇതിപ്പോൾ ചെന്നൈ തീരം കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആന്ധ്രാ തീരത്തേക്ക് കൂടെ കടക്കും. അതോടുകൂടി ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് സമയമെടുക്കും, 2 ദിവസത്തെ സമയമെടുക്കും. കേരളത്തിലും ഇതുപോലെ തന്നെ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ ഓറഞ്ച് അലർട്ട്, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒരു അലയൊലികൾ അത് കേരളത്തിലേക്ക് കൂടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതീവ സുരക്ഷയാണ് ഈ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലും മറ്റും നടന്നത്. അതിനെ തുടർന്നാണ് ഇത് വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കടൽ തീരത്ത് കടൽക്ഷോഭം ശക്തമാണ്. ഒപ്പം തീരപ്രദേശങ്ങളിലെല്ലാം മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പ്രത്യേകിച്ചും ഇന്ന് വീക്കെൻഡാണ്, ശനി ഞായർ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആളുകൾ അധികം പുറത്തിറങ്ങാത്തത് എന്നത് സംബന്ധിച്ചൊരു വിവരമാണ് വരുന്നത്. ഏതായാലും ഭീതി എത്രത്തോളം വിതച്ചു അത്രത്തോളം വലിയൊരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് താനും. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവിടെ നേരത്തെ സൂവി പറഞ്ഞ പോലെ വീക്കെൻഡുകളിലൊക്കെ ഔട്ടിംഗ് നിരോധിച്ചിട്ടുണ്ട്. ബീച്ചുകളിൽ നിയന്ത്രണമുണ്ട്. പരിപാടികൾ വീക്കെൻഡുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാംസ്കാരിക പരിപാടികളൊക്കെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനം പോലും റദ്ദായിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയത്. അങ്ങനെ
തമിഴ്നാട്ടിൽ ഇപ്പോഴും മഴയുടെ ഭീതി, ചുഴലിക്കാറ്റിൻ്റെ ഭീതിയൊക്കെ തുടരുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. മറ്റു വാർത്ത എറണാകുളത്ത് പനമ്പള്ളി നഗറിലും നെടുമ്പാശ്ശേരിയിലും ഉണ്ടായ വൻ തീപിടുത്തത്തെക്കുറിച്ചാണ്. പനമ്പള്ളി നഗറിൽ സൗത്ത് റെയിൽവേ പാലത്തിന് സമീപമുണ്ടായ ആക്രി ഗോഡൌണിൽ പുലർച്ചെ 1 മണിയോടെ വലിയ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന പശ്ചാത്തലമുണ്ടായി. സമീപത്തെ ലോഡ്ജുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാവുകയായിരുന്നു. ഇത് വലിയൊരു തീപിടുത്തം, നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വലിയ തീപിടുത്തമായിരുന്നു. ഗ്യാസ് സിലിണ്ടറുകളൊക്കെ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ സമീപത്തുള്ള ആളുകൾക്ക് പോലും വലിയ ഭീഷണിയാകുന്ന തരത്തിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് എന്നത് പ്രധാനമാണ്. മറ്റൊന്ന്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലും ഒരു തീപിടുത്തമുണ്ടായി. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ 2 സ്ഥലത്തും വലിയ തീപിടുത്തമുണ്ടായത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. അത് ഒരു കാർ പൂർണ്ണമായി കത്തി നശിച്ചു, 3 കാറുകൾ ഭാഗികമായി കത്തി നശിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇത് ഈ ഒരു ആപ്പിൾ റെസിഡൻസിയിലെ കാർ പാർക്കിങ്ങിലുണ്ടായത് സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജു എന്ന ആളുടെ രാജു എന്ന ആളുടെ ഗോഡൌണിലാണ് ഇത് തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇവിടെ 9ഓളം ഗോഡൌണിൽ 9ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി, ആശ്വാസകരമായ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാറുകളും ബൈക്കുകളും മറ്റും വലിയ തോതിൽ കത്തിനശിച്ചു. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇത് 2 സ്ഥലത്ത് 1 മണിക്കൂർ വ്യത്യാസത്തിലാണ്. അത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തീപിടുത്തമായിരുന്നു. ഒരുപക്ഷെ ഭാഗം കൊണ്ടാകും അല്ലെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്. രഞ്ജിത്ത്, വലിയ ഭാഗ്യമാണ് നഗരത്തിൻ്റെത്. കാരണം കൊച്ചി ഇന്ന് അല്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ അത് കേട്ട് ഉണരേണ്ട ഒരു അവസ്ഥയിലേക്ക്, കണ്ടുണരേണ്ട അവസ്ഥയിലേക്ക് വന്നാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തത്തിലേക്ക് കലാശിരുന്നത്. വലിയ അഗ്നിബാധയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രധാന ലൈനോട് ചേർന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് അവിടെ ഒരു ഗതാഗത നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ട്രെയിൻ ഗതാഗതവും ആ സമയത്ത് അതിൽ ഒരു അലർട്ട്, ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലേക്ക് അവിടെ ഒരു കരുതൽ പാലിച്ചിരുന്നു ആ സമയത്ത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് ഇതൊരു വലിയ രീതിയിലേക്ക് തീ പടരുന്നതിനടക്കം കാരണമായത്. ചുറ്റുപാടുമുള്ള വീടുകളെ, അതോടൊപ്പം തന്നെ ലോഡ്ജ് ഉണ്ടായിരുന്ന അവിടെ നിന്നും ആളുകളെയും എല്ലാം ഒഴിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഏതാണ്ട് 10ഓളം അഗ്നി രക്ഷാ യൂണിറ്റുകൾ ഇവിടേക്ക് വരിക. അവരുടെ നിതാന്ത ഒരു പരിശ്രമവും ജാഗ്രതയും കൊണ്ടാണ് അഗ്നിബാധ വലിയ രീതിയിലേക്ക്, അതായത് ചുറ്റുപാടുകളിലേക്ക് പടർന്ന് അപകടം വിതയ്ക്കാതിരുന്നതെങ്കിലും ഇത് കാണുന്ന ദൃശ്യങ്ങൾ ഭീകരം തന്നെയാണ്. ഇതിനിടയിൽ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ 6 പേരോളം ഉണ്ടായിരുന്നു. അവരെ ഈ അഗ്നിരക്ഷാസേന അവരെ രക്ഷിച്ചു. അത് സംയോജിതമായ ഒരു ഇടപെടലും കാര്യങ്ങളും ഉണ്ടായിരുന്നു രക്ഷിച്ചത്. പുലർച്ചെയോളം വരെയും ഇത് നീണ്ടു നിന്നിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം തന്നെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. എങ്കിലും ആ സമയത്ത് 1 മണി ആ സമയത്തോടുകൂടി ഉണ്ടായിരുന്ന അത്യന്തം പണിപ്പെട്ടാണ് അഗ്നി രക്ഷാസേന ഇത് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്, തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആലപ്പുഴ ഭാഗത്തേക്ക്, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് ട്രെയിൻ ഗതാഗതം ഏതാണ്ട് 2 മണിക്കൂറോളം നിർത്തിവെച്ചു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് 2 മണിക്കൂറിന് ശേഷം ഈ തീ നിയന്ത്രണ വിധേയമായതിനു ശേഷമാണ് പുനഃസ്ഥാപിച്ചത്. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇത് സംബന്ധിയായ കാരണങ്ങളെ കുറിച്ച് അന്വേഷണ സേനയും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഒരു തീപിടുത്തത്തിലേക്ക് നയിക്കാനിടയാക്കിയ കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം ഈ അലക്ഷ്യമായി എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം ഏത് രീതിയിലുള്ളതായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതും പരിശോധിച്ചു വരികയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോട്, റെയിൽവേ ലൈനിനോട് ഭാഗത്തോട് ചേർന്നുണ്ടായ ഭാഗമായിരുന്നു ഇത്. സമീപങ്ങളിലെല്ലാം തന്നെ ചുറ്റും അടുത്ത വീടുകളും അതോടൊപ്പം തന്നെ ചെറിയ കടകളും എല്ലാം തന്നെ നിറഞ്ഞൊരു പ്രദേശം ആണ് ഇത്. വലിയ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഈ അഗ്നിബാധ ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. അതേസമയം തന്നെയാണ് പിന്നെയും ഇവിടെ മറ്റൊന്ന് ഉണ്ടാവുന്നത് എറണാകുളം നെടുമ്പാശ്ശേരിയോട് ചേർന്നാണ്. അതും ഒരു 130ഓളം അപ്പാർട്ട്മെന്റുകളുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. ഇതിന്റെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് അവിടെ
തീ പടർന്നത്. ഇതിൽ കാറും അതോടൊപ്പം ഇരുചക്ര വാഹനങ്ങളും ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നു. ഒരു കാറ് പൂർണ്ണമായും കത്തി നശിച്ചു. 3 കാറുകൾ ഭാഗികമായും, ബൈക്കുകളും കത്തി നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിലൊരു മുറിയിൽ കുടുങ്ങിയ ഒരാളെയും അഗ്നിരക്ഷാസേന ലാഡർ എല്ലാം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ നഗരത്തിന്റെ 2 കേന്ദ്രങ്ങളിലുമാണ് ഇങ്ങനെ തീ പടർന്ന് വലിയ രീതിയിലേക്ക് ആശങ്കകൾ ഉയർത്തിയത്. ആപ്പിൾ സമുച്ചയത്തില് ഹോട്ടലിലെ മറ്റ് AC, മറ്റ് വയർ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ചുപോയി. ഇവിടെയും ഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഒരു ആളപായത്തിലേക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുന്ന ഒരവസ്ഥയിലേക്കോ നീങ്ങാതിരുന്നത്. ഇവിടെ ഉള്ള സംവിധാനങ്ങൾ, അഗ്നിരക്ഷാസേന സംവിധാനങ്ങളെല്ലാം തന്നെ നിതാന്ത ജാഗ്രതയും പരിശ്രമവും കൊണ്ടാണ് ഈ 2 മറ്റു ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുടെയൊക്കെ ആവശ്യവും വേണ്ടി വന്നോ ഡാനി? കാരണം ഇത്ര വലിയ തീപിടുത്തം, ഈ 1 മണിക്കൂറിനുള്ളിൽ ഇത്ര വലിയ 2 തീപിടുത്തം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കൊച്ചിയിലെ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാനായോ എന്നുള്ളതാണ്. വലിയ തീപിടുത്തമാണ്, വലിയ ആളപായത്തിലേക്കൊക്കെ എത്തേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു ജാഗ്രത ക്രമീകരണമൊക്കെ വേണ്ടിവരും. ഇതിൽ നെടുമ്പാശ്ശേരിയിലേക്ക് വന്നിരുന്നത്, നെടുമ്പാശ്ശേരി ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്, പെരുമ്പാവൂർ മറ്റിടങ്ങളിലും എല്ലാം തന്നെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഒപ്പം തന്നെ തൃശ്ശൂരിനോടുകൂടി അടുത്തൊരു പ്രദേശമാണ്. അതുകൊണ്ട് അവിടെയും ഇവിടെയുള്ള ഒരു സംവിധാനങ്ങളും നെടുമ്പാശ്ശേരി ഭാഗത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിലേത് നഗരമധ്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഭാഗത്തു നിന്നുള്ള സിറ്റി എഡിഷനിൽ തന്നെയും അവർക്ക് നിരവധിയായ യൂണിറ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ അണച്ചതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത, ഏതായാലും വലിയ 2 തീപിടുത്തങ്ങൾ കൊച്ചി നഗരത്തിൽ ഉണ്ടാകുന്നു. പക്ഷേ വലിയ ഭാഗ്യം കൂടി കൊച്ചി നിവാസികൾക്കുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ, മുറിയിൽ കുടുങ്ങിയ ഒരു പെൺകുട്ടിയെ ഈ ആപ്പിൾ റെസിഡൻസിയിലെ കാർ പാർക്കിംഗ് ഏരിയയിലുണ്ടായ അഗ്നിബാധയിൽ രക്ഷപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ടായി. മുറിയിലെ AC-യും വയറിങ്ങും മറ്റും കത്തി നശിച്ചുവെങ്കിൽ പോലും ആ കുട്ടി ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു. അതുമാത്രമല്ല, ഈ 9 തൊഴിലാളികളുണ്ടായിരുന്നു ഈ ആക്രി ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തം. സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തുള്ള ആപ്പിൾ റെസിഡൻസി ഹോട്ടലിലുമാണ് തീപിടുത്തമുണ്ടായത്. ഈ ആക്രി ഗോഡൌണിലെ 9 തൊഴിലാളികളെ രക്ഷപ്പെടുത്താനായി എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട്. സിനിമാ നിർമ്മാതാവ് രാജു ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഗോഡൌണിനാണ് തീപിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ ഒരു ദുരന്തത്തിലേക്ക് പോകാമായിരുന്ന വിഷയമാണ്. ഇപ്പോൾ തൽക്കാലം ഭാഗ്യം കൊണ്ടും രക്ഷപ്പെട്ടത്. അത് വലിയ ക്രമീകരണങ്ങൾ, വലിയ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഫയർഫോഴ്സും, വളരെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയത്. ഡാനി പോളാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്കിനി ശബരിമലയിലേക്ക് ഒന്ന് പോകണം. ശരണപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ നടയടയ്ക്കും വരെ 73,946 തീർത്ഥാടകർ 18-ാം പടി കയറി. ഇന്ന് രാവിലെ 6 മണി വരെ 15,012 തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെയും ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിലെയും കനത്ത മഴ തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനം. CB അനുമോദ, കഴിഞ്ഞ 3 ദിവസമായി 80,000-ന് മുകളിലായിരുന്നു ഇന്നലെ ഒഴിച്ചാൽ തീർത്ഥാടകരുടെ ഒരു വരവ്. കാരണം ഈ വീക്കെൻഡ് ആകുമ്പോൾ ആൾ കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, നമുക്കറിയാം അവിടെ ന്യൂനമർദ്ദത്തിൻ്റെയൊക്കെ വലിയ ഭീഷണിയുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റും വലിയ മുന്നറിയിപ്പുകളുണ്ട്. സ്വാഭാവികമായും അവരിൽ പലരും നിശ്ചയിച്ച യാത്രയൊക്കെ മാറ്റിവെച്ച് കാണും. അപ്പോൾ വരും ആഴ്ചകളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ശരിയായ നിരീക്ഷണമാണ് രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും അധികം ക്യാൻസലേഷൻ വന്ന ഒരു ദിവസമാണ് ഇന്നലെ. 8,000-ലധികം പേര് ഈ ക്യാൻസലേഷൻ നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ശബരിമല സന്നിധാനത്തും ഇന്നലെ രാത്രി മുതൽ ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ മുഴുവൻ സമയവും യാത്ര ചെയ്യാതെ മഴ പെയ്യുന്ന സമയത്ത് വിശ്രമിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തേക്കുള്ള അയ്യപ്പന്മാരുടെ കടന്നുവരവിൽ അല്ലെങ്കിൽ 18-ാം പടി കയറുന്നതിൽ വലിയ ഒരു കുറവ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാണുന്ന കാഴ്ച, ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവരൊക്കെ രാവിലെയോടെയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ഓവർബ്രിഡ്ജ് പൂർണ്ണമായിട്ടും നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ നിയന്ത്രണ വിധേയമാണ്. നടപ്പന്തലിന് അപ്പുറത്തേക്ക് വലിയ ക്യൂ ഉള്ള സാഹചര്യമല്ല. എവിടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പമ്പയിലും തീർത്ഥാടകരെ വരവിൽ ഒരു ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉണ്ടായ ചുഴലിക്കാറ്റിൻ്റെ അതിനെ തുടർന്നാണ് പലരും യാത്ര റദ്ദാക്കിയത് എന്ന് വേണം കരുതുവാൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷവും ഇതുപോലെ കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും തീർത്ഥാടകർ യാത്ര റദ്ദാക്കുകയും പിന്നീട് അവർ ഒന്നിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിച്ചു വരുമ്പോൾ അത് തിരക്ക് നിയന്ത്രണത്തിന് അതീതമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആശങ്ക വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് വേണം കരുതുവാൻ. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ സാഹചര്യം, മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കോടമഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ചാറ്റൽ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ ആളുകൾക്ക് മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്ന് തിരക്കും ഇതേ അവസ്ഥയിൽ തന്നെ ആകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് രാവിലെ മുതലും നേരത്തെ ബുക്ക് ചെയ്തവരുടെ എണ്ണത്തിൽ ക്യാൻസലേഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാനാകുന്നത്. അപ്പോൾ കനത്ത മഴ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉണ്ടായിരിക്കുന്ന ചുഴലിക്കാറ്റും കനത്ത മഴയും ശബരിമല തീർത്ഥാടനത്തെയും നിലവിലെ സാഹചര്യത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതുവാൻ. അത്തരത്തിൽ തന്നെയാണ് രാവിലെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിരക്ക് നിയന്ത്രണ വിധേയമാണിപ്പോൾ. മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. കനത്ത കോടമഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് എത്തുവാൻ ഒരുപാട് സമയമെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. അനുമോദൊപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. വരുമാനം കൂടിയ കാര്യം അദ്ദേഹം പറഞ്ഞു. ഒപ്പം മറ്റൊരു പ്രശംസനീയമായ കാര്യം, ഇത്തവണ പരാതികളൊന്നുമില്ലാതെ ഒരു തീർത്ഥാടന കാലം ഇതുവരെ എന്നുള്ളതാണ്. സാധാരണ വലിയ തോതിൽ കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവുമൊക്കെ നമുക്കറിയാം ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ പോലീസുകാരുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് 18-ാം പടിയിലൊക്കെ കുറച്ചുകൂടി പരിശീലനം കിട്ടിയ ശ്രദ്ധിച്ച അനുഭവസ്ഥരായ പോലീസുകാരെ നിർത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. പൊതുവേ ഒരു സുഗമമായ ഒരു മണ്ഡലകാലം എന്ന് ഇതുവരെയുള്ള അനുമോദിൻ്റെ അനുഭവത്തിൽ വിശേഷിപ്പിക്കാം അല്ലേ? തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാനാകുന്നത് തിരക്ക് ഉണ്ടെങ്കിൽ പോലും, അതായത് 80,000 എന്നതൊക്കെ സാധാരണ ശബരിമലയിൽ എത്തുന്ന ഒരു ശരാശരി കണക്കാണ്. അത്ര പേരെത്തുമ്പോഴും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്തി പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് പോലീസിന്റെ സേവനം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 18-ാം പടിയിലെ പോലീസുകാരുടെ സേവനത്തെക്കുറിച്ചാണ്. 15 മിനിറ്റാണ് നിലവിൽ ഒരു ബാച്ചിന് അവിടെ ഒരു പ്രവർത്തന സമയമുള്ളത്. അത് അവരുടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. മുൻപത് 20 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് 18-ാം പടിയിലേത്. കാരണം നടന്ന് തളർന്നു വരുന്ന തീർത്ഥാടകരെ താരതമ്യേന ഉയരം കൂടിയ പടികളാണ് 18-ാം പടി ഉള്ളത്. അപ്പോൾ അവരെ വലിച്ചു കയറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഭാരമുള്ളവരെയൊക്കെ വലിച്ചു കയറ്റുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിൽ 15 മിനിറ്റ് തുടർച്ചയായി ഇത്തരത്തിൽ ഈ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവർ ക്ഷീണിതരാകും. സ്വാഭാവികമായിട്ടും അവരുടെ ഊർജ്ജം കുറയും. അപ്പോൾ മുമ്പ് 20 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ അവസാനത്തെ 5 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ശരാശരിയിലും താഴെ ആളുകളെ മാത്രമേ അവർക്ക് മുകളിലേക്ക് കയറ്റാൻ കഴിയുള്ളൂ. അതിന് പകരം 15 മിനിറ്റ് ആക്കിയതോടെ കൃത്യമായിട്ട് അവരുടെ നല്ല ഒരു തരത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുന്നു. രണ്ടാമതായിട്ട് ഈ സ്പോട്ട് ബുക്കിങ്ങും അതേസമയം അതോടൊപ്പം തന്നെ നേരത്തെ വിർച്വൽ ക്യൂ ബുക്കിങ്ങും അതിലൊരു കൃത്യമായ കണക്ക് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു സമയം എത്ര പേരെത്തും, എത്ര പേർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, എവിടെയെല്ലാമാണ് ശരാശരി അവരെ നിയന്ത്രിക്കേണ്ടി വരിക, അത്തരത്തിലുള്ള കൃത്യമായ വിവരമുള്ളതുകൊണ്ട് അതിന് മുന്നൊരുക്കം നടത്താൻ കഴിയുന്നു. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടത് പലപ്പോഴും കോട്ടയത്ത് നിന്നും പമ്പയിലേക്ക് എത്താൻ തന്നെ 8 മണിക്കൂറിലേക്ക് സമയം എടുക്കുകയുണ്ടായി. പലപ്പോഴും ബസ്സുകളൊക്കെ അയ്യപ്പന്മാർക്ക് ഒരു തരത്തിലും സൗകര്യമില്ലാത്ത സ്ഥലത്തൊക്കെ പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ വാഹനം എവിടെയും പിടിച്ചിടുന്ന സാഹചര്യം വന്നിട്ടില്ല ഇതുവരേക്കും. അതിൻ്റെ കാരണം കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സമയം എത്ര തീർത്ഥാടകരെത്തും, അവരെ എവിടെയെല്ലാം നിയന്ത്രിക്കണം, എന്തെല്ലാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള കാര്യത്തിലൊക്കെ ഈ ഒരു കൃത്യമായ കണക്കുകൾ ഉള്ളതുകൊണ്ട്
അതിൻ്റെ സംവിധാനങ്ങളുള്ളതുകൊണ്ട് പോലീസിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൃത്യമായൊരു കോർഡിനേഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ശബരിമലയിലേക്ക് എത്തുന്നവരൊക്കെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് അത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ 5, 6, 8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവർക്ക് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ കാത്തു നിൽക്കുമ്പോഴും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ക്രമീകരണങ്ങളിൽ, ഈ ഒരുക്കങ്ങളിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. നിലവിൽ ശബരിമലയിൽ എത്തുന്നവർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയം കാത്തു നിൽക്കേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരു സമയത്തുള്ള തിരക്ക്, അതുപോലെ ഇപ്പോൾ കാലാവസ്ഥ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കോടമഞ്ഞ് മൂടുകയാണ് ഈ ശബരിമലയുടെ ചുറ്റും. രാവിലെ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ മഞ്ഞും മഴയും ഒക്കെ അത് മലകയറ്റത്തെയും മലയിറക്കത്തെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം ഈ തീർത്ഥാടനത്തിൻ്റെ ഈ ഓരോ സമയത്തെ തീർത്ഥാടകരെ ബാധിക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ സന്നിധാനത്ത് എത്തുന്നവർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയും. പക്ഷേ മഴ പെയ്യുന്നുണ്ട്, മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ എത്തുവാൻ ചിലപ്പോൾ സാധാരണത്തതിലും അധികം സമയമെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത അയ്യപ്പന്മാരൊക്കെ വരും ദിവസങ്ങളിൽ ഒന്നിച്ചെത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ തിരക്ക് കുറയുന്നത് അടുത്ത ദിവസങ്ങളിൽ വലിയ തിരക്കിന് വഴിയൊരുക്കുമെന്നൊരു വിലയിരുത്തലാണ് നമുക്കുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും തിരക്കിന് അല്പം കുറവുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായ അനുമോദ് പറഞ്ഞത് ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള മഴയുടെ ഒരു ഭീതിയാണ്. അവിടെ ചുഴലിക്കാറ്റിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ഫിഞ്ചാൽ അവിടെ അത്തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയ തോതിൽ അയ്യപ്പ ഭക്തന്മാർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കഴിഞ്ഞ ദിവസം തന്നെ 8,000-ന് മുകളിൽ ആളുകൾ ക്യാൻസലേഷൻ നടത്തിയിരുന്നു. അവർ കൂടി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ 80,000 കടന്നേനെ ഈ കണക്ക് എന്നുള്ളതാണ്. ശബരിമല സന്നിധാനത്തെ ഏറ്റവും പരിപാവനമായ ഇടമാണ് 18-ാം പടി. 18 പടികൾ എന്തിനെന്നതിന് ഉത്തരമായി ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും വ്യാഖ്യാനങ്ങളുമെല്ലാം ഒട്ടനവധിയുണ്ട്. ശബരിമല സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മല കയറി വരുന്ന അയ്യപ്പന്മാർ ആദ്യം തൊഴുത് കയറുന്ന ഈ 18-ാം പടി തന്നെയാണ്. മറ്റൊരു ക്ഷേത്രത്തിനും 18 പടികൾ കയറി ഭഗവാനെ വിശ്വാസി ദർശിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഈ 18 പടികൾക്കും ഐതിഹ്യമുണ്ട്. എന്താണ് 18 പടികൾ എന്ന് ചോദിച്ചാൽ പലർക്കും പലതാണ് അതിൽ പറയാനുള്ളത്. ശബരിമല തന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സ്വാമി ശരണം. 18-ാം പടി എന്ന് പറഞ്ഞാൽ ഈ ശബരിമല അയ്യപ്പന്റെ സങ്കേതം ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് പൂങ്കാവനം എന്നറിയപ്പെടുന്നത്. ഈ പൂങ്കാവനം ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഈ 18 മലയിലൊന്നും എല്ലാവർക്കും പോയി ദർശനം നടത്താം. ഇവിടെയൊക്കെ ഓരോ ദേവതാ സങ്കല്പമുള്ളതാണ്. അവിടെ ഒന്നും എല്ലാ ഭക്തജനങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ 18 മലകളിലെ ദേവതാ സങ്കല്പത്തെ കുടിവെച്ചിരിക്കുന്നു ആണ് 18-ാം പടി. ആ 18-ാം പടിക്കുള്ള പ്രത്യേക പൂജയാണ് 18-ാം പടി പൂജ എന്ന് അറിയപ്പെടുന്നത്. ഇത് ദേവതാ സങ്കല്പമാണ് അതിന്റെ പുറകിലുള്ളത്. വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് മാത്രമാണ് 18-ാം പടി കയറാനുള്ള അനുവാദമുള്ളത്. അതല്ലാതെ മല കയറാൻ 18-ാം പടി കയറാൻ അനുവാദമുള്ളത് ചിലർക്ക് മാത്രമാണ്. അതും ചില വിശേഷ അവസരങ്ങളിൽ മാത്രം. അതുപോലെ 18-ാം പടി ഇപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങാൻ ഉപയോഗിക്കില്ല. പണ്ട് 18-ാം പടി ഇറങ്ങിയായിരുന്നു അയ്യപ്പന്മാർ മലയിൽ നിന്നും തിരിച്ചു പോയിരുന്നത്. ഇരുമുടി കെട്ടി വരണം എന്നാണ് അതിന്റെ ആചാരപ്രകാരം. പിന്നെ ഇരുമുടി ഇല്ലാതെ വരാൻ പറ്റുന്നത് പന്തളം രാജപ്രതിനിധിക്ക് വരാം, തന്ത്രി കുടുംബത്തിലെ ആൾക്കാർക്കും വരാം, ഇരുമുടി കെട്ടില്ലാതെ. എന്ന് പറഞ്ഞാൽ ഇവരാരും ഒന്നും വന്ന് കയറുന്നില്ല. ആ സമയത്ത് മാത്രമാണ് ഇരുമുടി ഇല്ലാതെ വന്ന് കയറാൻ പറ്റുന്നത്. തൊഴുത് കയറുക എന്നുള്ളതാണ് സങ്കല്പം. എല്ലാം കൂടെ സങ്കല്പിച്ച് താഴെ തൊട്ട് കയറി ഒന്നിച്ച് തൊഴുത് വരുന്നവരുമുണ്ട്. കാരണം വലിയ തിരക്ക് വരുമ്പോൾ എല്ലാ പടിയിലും തൊടാനൊക്കത്തില്ല. അപ്പോൾ സങ്കല്പത്തോടുകൂടി താഴെ ആദ്യത്തെ പടി തൊട്ട് വന്ദിച്ച് കയറുന്നുണ്ട്. മുമ്പത്തെ കാലത്ത് ഇറങ്ങാറുണ്ടായിരുന്നു, തിരിഞ്ഞിറങ്ങുമായിരുന്നു. അന്ന് വലിയ തിരക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് തിരിച്ചിറക്കാൻ ഒക്കത്തില്ല. ഈ കയറാൻ തന്നെ ഒരുപാട് പേര് നിൽക്കുമ്പോൾ അതുവഴി നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. അതെ, 18-ാം പടി തന്നെ തിരുവാഭരണം കൊണ്ടുവരുന്ന വന്നത് തിരിച്ച് അതുവഴി തന്നെയാണ് ഇറങ്ങുന്നത്. അതെ, പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് 18 പടികളും പൊതിഞ്ഞിരിക്കുന്നത്. മുൻപ് കരിങ്കൽ പാളികളായിരുന്നു. ആദ്യകാലങ്ങളിൽ ഓരോ പടിയിലും തേങ്ങയുടച്ചായിരുന്നു വിശ്വാസികൾ മുകളിലേക്ക് കയറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 18-ാം പടിക്ക് ഇരുവശവുമാണ് തേങ്ങയുടയ്ക്കാനുള്ള അനുമതി. ആദ്യകാലത്ത് കരിങ്കലിന്റെ പടിയായിരുന്നു. പിന്നെ അത് നാളികേരം ഉടച്ചുടച്ച് ഭക്തജനങ്ങൾ ഓരോ പടിയിലും ഓരോ വർഷം ഇപ്പൊ ഒന്നാം പ്രാവശ്യം വരുന്ന 1-ാമത്തെ പടി ഉടയ്ക്കും.
5-ാം വർഷം വരുന്ന 5-ാമത്തെ പടിയിൽ ഉടക്കി. അങ്ങനെ ഉടച്ചുടച്ച് അതിന്റെ കേടുപാടുകൾ സംഭവിച്ചപ്പോഴാണ് അത് വാർത്ത കേട്ടാൽ വിധി അനുസരിച്ച്, ദേവപ്രശ്ന വിധി അനുസരിച്ച് വാർത്ത കിട്ടിയത്. 18 പടിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒട്ടനവധി ഉണ്ടെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ച് സന്നിധാനത്തെ ഏറ്റവും പരിപാവനമായ ഇടമാണ് ഈ 18 പടികൾ. ഇത് കയറി തത്വമസി എന്ന അയ്യപ്പ മന്ത്രം ഉരുവിട്ട് സന്നിധാനത്ത് ശ്രീകോവിലിന് മുൻപിലേക്ക് എത്തുമ്പോൾ ഭക്തനെ സംബന്ധിച്ച് അത് പരിപാവനമായ ഒരു അനുഭൂതിയുള്ള മുഹൂർത്തമാണ്. അവരെന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തം. അതുകൊണ്ട് തന്നെ 18-ാം പടിയുടെ പരിപാവനത അത് വിശ്വാസികളെ സംബന്ധിച്ച് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും 18-ാം പടി കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്തജന സമൂഹം വൈകാരികമായി പ്രതികരിക്കുന്നതും. ഷിജു ചവറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. നമുക്കിനിയും വയനാട്ടിലേക്കൊന്ന് പോകണം. അവിടെ ഇന്നലെ പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് പ്രദേശങ്ങളിൽ, കോഴിക്കോട് വയനാട് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളുമുണ്ട്, അവിടെ എത്തിയിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ അവരുടെ മണ്ഡല പര്യടനം തുടരുകയാണ്. ഇന്നുണ്ടാകുന്നത് കൽപ്പറ്റ, മാനന്തവാടി, ഒപ്പം സുൽത്താൻ ബത്തേരി തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുക്കും. പര്യടനം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് തന്നെ പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇന്നലെ വലിയ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ പ്രിയങ്കയ്ക്ക് നൽകിയത്. വലിയ ആൾക്കൂട്ടമായിരുന്നു റോഡ് ഷോയിലും മറ്റും ഉണ്ടായിരുന്നത്. MS അനീഷ് കുമാർ ഉണ്ട് വയനാട്ടിൽ നിന്ന്. അനീഷ്, ഇന്നിപ്പോൾ പ്രിയങ്കയുടെ പരിപാടികൾ എവിടെയൊക്കെയാണ്? എത്ര മണിക്കൊക്കെ ആരംഭിക്കും? വലിയ ആവേശത്തിലായിരിക്കുമല്ലോ, കാരണം ഇന്നലെ അവരുടെ പ്രസംഗത്തിലൊക്കെ വയനാടൻ ജനതയോടുള്ള അവരുടെ നന്ദി, ഗാന്ധി കുടുംബത്തിൻ്റെ നന്ദി ഒക്കെ അറിയിച്ച പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇന്നത്തെ പരിപാടികൾ? രഞ്ജിത്ത്, വലിയ സ്വീകരണമാണ് ഇന്നലെ ഈ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത്. സ്ത്രീകളും കുട്ടികളുമൊക്കെ അടക്കം നൂറുകണക്കിന് ആളുകൾ പലയിടങ്ങളിലും തടിച്ചുകൂടി. റോഡ് ഷോ നടത്തിയ വണ്ടൂരടക്കമുള്ള ആളുകളിൽ വഴിയോരങ്ങളിൽ നിരവധി പേർ അവർക്ക് ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതിനായി കാത്തു നിൽക്കുന്ന കാഴ്ച കാണുകയും ചെയ്തു. എന്തായാലും അവരെയൊക്കെ ഒട്ടും നിരാശരാക്കാത്ത രീതിയിലുള്ള ഒരു പ്രസംഗമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം താനിനി എന്നും വയനാടൻ ജനതയോടൊപ്പം ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു. ഒപ്പം തന്നെ കണ്ട് മടുക്കാനായാണ് വയനാടൻ ജനത പോകുന്നത്. അതായത് എല്ലാ സമയത്തും താൻ അവരോടൊപ്പം ഉണ്ടാവും. തന്റെ വീടിന്റെ വാതിലുകളും ഓഫീസിന്റെ വാതിലുകളും എപ്പോഴും ജനങ്ങൾക്കായി തുറന്നിടുകയാണ്. വയനാടിനായി താൻ മനസ്സിൽ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിനങ്ങളിൽ നിന്ന് തന്നെ പുറത്തുവിടും. എന്തായാലും ഇപ്പോൾ തനിക്ക് നൽകിയ മഹാവിജയത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി മാത്രമാണ് 2 ദിവസത്തെ പദ്ധതി താൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നേരിട്ടെത്തിച്ചേരാൻ കഴിയുന്നില്ല. പക്ഷേ തന്റെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച ബൂത്ത് തല പ്രവർത്തകരടക്കമുള്ളവരുമായി നേരിട്ടുള്ള ആശയവിനിമയം താൻ നടത്തുമെന്നും അവർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും വയനാട് ജില്ലയിലെ പരിപാടികൾ രാവിലെ 10:00 ആരംഭിക്കുന്നത്. ആദ്യം മാനന്തവാടിയിലാണ് സ്വീകരണം നൽകുക. തുടർന്ന് 12:15 സുൽത്താൻ ബത്തേരിയിലും 1:30 കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികൾ ഒരുക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ജനസഞ്ചയം തങ്ങളുടെ പുതിയ MP-യെ സ്വീകരിക്കാൻ എത്തുമെന്ന് തന്നെ നമുക്കറിയാം. കാരണം നേരത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാറിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയായിരുന്നു അവരുടെ ജനപ്രതിനിധി, അല്ലെങ്കിൽ അവരുടെ പാർലമെന്റ് അംഗം. പക്ഷേ അവിടെ നിന്നും ഒട്ടും മാറ്റമില്ലാതെ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ വയനാട് മണ്ഡലം ജയിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് മണ്ഡലങ്ങളിൽ നടത്തിയതിന് വിപരീതമായി ഈ വയനാട് ദുരന്തത്തിലൊക്കെ കൂടുതൽ പരാമർശങ്ങൾ ഇന്ന് അവരുടെ പ്രസംഗത്തിൽ ഉണ്ടാവുമെന്ന് കരുതാം. ഇന്നലെ അവർ സൂചിപ്പിച്ചത് ഈ വയനാടൻ ജനത ഈ ദുരന്തത്തെ അതിജീവിച്ചത് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ കൂടുതൽ വിമർശനങ്ങളിലേക്ക് ഒരുപാട് അവർ കടന്നില്ല. കാരണം ദുരന്തം നടന്ന് 4 മാസം പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ അതിജീവന പദ്ധതികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. വാടക വീടുകളിലാണ് ഇപ്പോഴും
കുടുംബങ്ങൾ കഴിയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റുമൊക്കെ ഈ വയനാട്ടിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയും മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഊന്നി പറയാൻ, ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെതിരായ രൂക്ഷമായ വിമർശനം കൂടി ഉന്നയിക്കാൻ ഇന്ന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി തന്റെ നന്ദി പ്രകടനത്തിനൊപ്പം പരാമർശിക്കുമെന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണണം. രഞ്ജിത്ത്, തീർച്ചയായും പ്രിയങ്കയുടെ സന്ദർശനം ഇന്നിപ്പോൾ വയനാട് മണ്ഡലത്തിൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് തന്നെ പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇന്നലെ അവിടെ വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമൊക്കെ ഉണ്ടായി, ലാത്തിച്ചാർജ് അടക്കം സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ചർച്ചയ്ക്ക് വിളിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 3-നാണ് കൂടിക്കാഴ്ച. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദം സജീവ ചർച്ചാ വിഷയമാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് പ്രതിനിധികളെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നേരത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിലും സമാന പരാതികൾ ഉയർന്നെങ്കിലും വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ മഹാവികാസ് അഘാടി സഖ്യത്തിന് സാധിച്ചെങ്കിലും മാസങ്ങൾക്കിപ്പുറം വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം മഹായുതി സഖ്യവും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇക്കാലയളവിൽ മഹായുതി സഖ്യ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ കൊണ്ട് മാത്രം വിവാദങ്ങളും സർക്കാർ വിരുദ്ധതയും മറികടക്കാനാകുമോ എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് ദിനത്തിൽ അവസാന മണിക്കൂറിൽ വലിയ രീതിയിൽ പോളിംഗ് നിരക്ക് ഉയർന്നിരുന്നു. ഈ സമയം ഏകദേശം 70 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്യാനെത്തിയെന്നും അതിൽ ക്രമക്കേടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇതിനു പുറമെ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ അന്തരം പോൾ ചെയ്ത വോട്ടുകളിലും എണ്ണിയ വോട്ടുകളിലുമുണ്ടെന്ന വിവാദവും പരാതിയുടെ ആക്കം കൂട്ടുന്നു. പല മണ്ഡലങ്ങളിലും തുച്ഛമായ വോട്ടിനാണ് മഹായുതി സ്ഥാനാർത്ഥികളുടെ വിജയം. അവിടെ എണ്ണിയ വോട്ടുകൾ കൂടുതലാണെന്ന റിപ്പോർട്ടുകളും മുന്നിലുണ്ട്. മാത്രമല്ല, വിവിധ ബൂത്തുകളിൽ മഹാവികാസ് അഘാടിക്ക് 500-നും 1000-നും ഇടയിൽ വോട്ടുകൾ ലഭിക്കുമെന്ന് കരുതിയെടുത്ത 50-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നും പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പോസ്റ്റൽ വോട്ടുകളുടെ കണക്ക് ഉൾപ്പെടുത്താത്തതാണ് അന്തരത്തിന് കാരണമെന്നായിരുന്നു വിശദീകരണം. പക്ഷേ ഈ വാദങ്ങൾ വിശ്വസിച്ച് പിന്നോട്ടു പോകാനില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. കൃത്യമായ വിശദീകരണവും എങ്ങനെയാണ് അന്തരമുണ്ടായതെന്ന് ബോധ്യമാകുന്നതുവരെ വിഷയം ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം രാവിലെ തുടരും. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പം നിവാസികൾ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 50 ദിവസം പിന്നിടുകയാണ്. വിഷയം പരിഹരിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ രൂപം നൽകിയെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളെ സമരസമിതി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡാനി ഇപ്പോൾ അവിടെ മുനമ്പത്തുണ്ട്. മുനമ്പം സമരം ഇന്ന് 50 ദിവസമാണ്. നമുക്കറിയാം, ഞായറാഴ്ചയാണ്. പള്ളികളിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സർക്കുലറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് അനുകൂലമായി ഒരുപാട് സംഘടനകൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ ദിവസങ്ങളിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്താണ്, ജാതി മത വ്യത്യാസമില്ലാതെ വലിയൊരു പിന്തുണ ഈ സമരത്തിന് കിട്ടിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഡാനി, ഇന്നിപ്പോൾ 50-ാം ദിവസമാണ്. ഒരു ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ഇതിനിടയിൽ സംഭവിച്ചത് ഈ കമ്മീഷന്റെ രൂപീകരണവും അതിൻ്റെ പരിഗണനാ വിഷയങ്ങളും മറ്റുമാണ്. പക്ഷേ ഇവർക്ക് ശാശ്വതമായ പരിഹാരം വേണം, അതിനുള്ള ഉറപ്പും വേണം. അതുതന്നെയാണ് ഇപ്പോഴും അവരുടെ ഡിമാൻഡ്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം അതല്ലാതെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന വിഷയമില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം സമരം ഇന്ന് 50-ാം ദിവസം എത്തി നിൽക്കുന്നു. യാതൊരു രീതിയിലും അതിൻ്റെ ഒരു സമരത്തിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു തീക്ഷ്ണത, അതായത് വിവിധ സമരമാർഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കുറച്ചിട്ടുണ്ട്. അത് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കുന്നത് കൊണ്ടാണ് മുനമ്പം കമ്മീഷനുമായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ അതിനോടുമെല്ലാം ഒരു അച്ചടക്കം എന്ന രീതിയിൽ അവർ വിശ്വസിക്കുന്നു. പക്ഷേ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നവർ വ്യക്തമാക്കുന്നു. സമരത്തിൽ പങ്കെടുക്കുന്നവരും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. കമ്മീഷനെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും എല്ലാം തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ മാറ്റമില്ല. സർക്കാർ തന്നെ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഒരു സമര തീഷ്ണതയിൽ നിന്ന് ഞങ്ങൾ അല്പം പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നിലപാടുകളിൽ മാറ്റമില്ല എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. 50 ദിവസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ മുനമ്പം സമരവേദിയിൽ ചുറ്റും നമുക്ക് കാണാം. ഈ പരിസരത്തേക്ക് വരുമ്പോൾ ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇത് കേരളമെമ്പാടും
ലോകത്തെമ്പാട് നിന്നുള്ള ഇവിടേക്ക് എത്തിയ ആളുകളുടെ അതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമുക്ക് കാണാൻ കഴിയുക. ഓരോ ബാനറും സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയ ഈ മുനമ്പം ബീച്ചിലുള്ള വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലേക്ക് എത്തിയ ആളുകളുടെ സംഘടനകളുടെ എല്ലാം തന്നെ കുറിപ്പുകളാണ് ഇതെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ എമ്പാട് നിന്നുണ്ട്, വിവിധ സഭകളുണ്ട്, അതോടൊപ്പം തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവിടേക്ക് വന്ന ആളുകളാണ് ഇവിടേക്ക് എല്ലാവരും തന്നെ ഉള്ളത്. പള്ളിമുറ്റത്താണ് നമ്മളുള്ളത്. പള്ളിമുറ്റത്ത് നിന്ന് ഇപ്പോൾ കുർബാനയ്ക്ക് ശേഷം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു സമര സമിതി എന്ന് പറയുന്നത് 50 ദിവസം അതിലേക്ക് വന്നിരിക്കുകയാണ്. 50 ദിവസം ഈ സമരപന്തലിൽ വേദിയിൽ വന്നിട്ട് നിരവധി ആളുകൾ അവരുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്തു. അതിലെ ഇപ്പോൾ എല്ലാവരും തന്നെയും പറയുന്നത് വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തിയാർജിക്കാം. പക്ഷേ ഇതിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട രേഖകളടക്കം സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ വിശദമാക്കുകയും ചെയ്തു. നമുക്കൊപ്പം സമരസമിതിയുടെ കൺവീനർ കൂടി ചേരുന്നു, ബെന്നി ജോസഫ്. ജോസഫിൻ, ഇതിൽ നമ്മളെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കമ്മീഷൻ വന്നിരിക്കുന്നു. എന്താണ് അപ്പോൾ 50 ദിവസം പിന്നീട് നമ്മൾ നിലപാടുകളിൽ മാറ്റമില്ല, സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. 50ാമത്തെ ദിവസം ഞങ്ങൾ 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു സമരമുറ ആവിഷ്കരിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ 3 മാസം കൊണ്ട് തന്നെ തീർപ്പാക്കുകയും ഞങ്ങളുടെ ഇവിടുത്തെ ജനത്തിന്റെ 610 കുടുംബങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരങ്ങളിൽ നിന്നെല്ലാം പിന്നോക്കം പോയി ഇവിടെ നിരാഹാരം മാത്രമിരുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അറിയിപ്പുകളോ കാര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടോ സിറ്റിംഗ് സംബന്ധിച്ച്? ഞങ്ങൾക്കിപ്പോൾ അതിന്റെ 1902 തിരുവിതാംകൂർ രാജാവിന്റെ പറവൂർ താലൂക്കില് വടക്കേക്കര വില്ലേജിന്റെ ആ കാലത്തിലുള്ള ആ സ്ഥലത്തിന്റെ ഇന്നത്തെ അവസ്ഥ, സ്ഥിതി, അതിന്റെ അളവ്. കാരണം 114 ഏക്കർ ഭൂമി മാത്രമേ ഇവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കടലിൽ ഒലിച്ചുപോയി. ഈ റോഡഡ് ബൈ അറേബ്യൻ സീ സംഭവിച്ചതാണ്. അപ്പം അതിന്റെ എല്ലാം വ്യക്തമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കും. അതോടുകൂടി ഞങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശുഭപ്രതീക്ഷയോടെ ഇതിനെല്ലാം തന്നെ കാണുന്നത്. അതെ, ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടിന്റെ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും ആ റിപ്പോർട്ടുകളെല്ലാം പോകുന്നത്. ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ബെന്നിച്ചേട്ടനൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതൽ തന്നെ ഇതിനിടയിൽ ഏറ്റവും കൂടിയ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി പരിചയമുള്ളവരാണ്. എന്നേക്കാളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ബെന്നിച്ചേട്ടനും ജോസ് ചേട്ടനൊക്കെ ഇവിടെ 99 കാലഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഇടപെട്ടിട്ടുള്ളതാണ്. അതെ അതെ. ഈ സമരം 50 ദിവസത്തിലേക്ക് എത്തുന്നു. ഇതിൽ എത്ര ദിവസമായാലും നമ്മൾ സമരരംഗത്ത് ഉണ്ടാകും തന്നെ. അതെ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ കിട്ടുന്നവരെ ഞങ്ങൾ വെറുതെ കിട്ടിയല്ലേ, ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ. ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ ഞങ്ങൾ ഫാറൂഖ് കോളനിയായിട്ട് കേസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുടിയാന്മാരായിരുന്നു പറയാം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് 33 കൊല്ലമില്ലേ ഞങ്ങൾക്ക് ഇത് റവന്യൂ രേഖകളൊക്കെ കിട്ടിയിട്ട്. ഒരു 10 ലക്ഷം രൂപ സ്ഥലം കൊടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ, 1,20,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി കിടണോ? ഈ പേപ്പർ കീറാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല, ജയിലിൽ പോയി കിടക്കണ്ടേ. ഞങ്ങൾക്കിപ്പോൾ ഇത് കത്തിച്ചതിന് തുല്യമല്ലേ ഞങ്ങൾക്ക്? ശരിയല്ലേ ഞാൻ പറയണത്? കത്തിച്ചതിന് തുല്യമല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഇതില്ലേ? എന്താണ് ഇവർ ഈ കാണിക്കുന്നത്? ഈ നിലപാട് തന്നെയാണ് ഏറ്റവും തിരിച്ചടിയായത്. വഖഫിന്റെ നിലപാടാണ്, അത് അവര് തന്നെ ഏറ്റെടുത്തല്ലേ. ഇത് വഖഫിന്റെ ഭൂമിയല്ലല്ല. ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാർ ആരും വഖഫിന്റെ ഭൂമി കയ്യേറിയതല്ല. ഞങ്ങൾക്കിത് തീരാധാരം കിട്ടിയേക്കണ ഭൂമിയല്ലേ. തീരാധാരം എന്ന് പറയും, അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ പട്ടയം എന്ന് പറയും. ഇത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചേക്കണ ഭൂമിയല്ലേ. അത് തന്നെയല്ല, ഇത് 5-6 ആൾക്കാർ ഇങ്ങനെ കൈമറിഞ്ഞു പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ തന്നെ നമ്മുടെ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടാവൂലേ. ഈ സ്ഥലത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ റവന്യൂ അധികാരികൾ കിട്ടിയിട്ടുണ്ടാവും. റവന്യൂ ഇതില് ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി കിട്ടണമെങ്കിൽ പൈസ ഉണ്ട്. ഇന്നത്തെ കാലത്ത് വെച്ചാൽ 1 ലക്ഷത്തി, ഞാൻ പറഞ്ഞില്ലേ 10 ലക്ഷം രൂപയുടെ സ്ഥലം എടുത്താൽ 1,20,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കാതെ നമുക്ക് മുമ്പത്തെ പോലെ കളവൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ കറക്റ്റ് കണക്ക് തന്നെ കാണിക്കണം. ഇപ്പൊ മുമ്പാണ് കുറച്ച് സ്ഥലം കൊടുത്തിറങ്ങി കുറച്ചൊക്കെ കാണിക്കണം. ഇപ്പൊ അങ്ങനെയൊന്നും നടക്കൂല. കറക്റ്റായിട്ട് രേഖകൾ കാണിച്ചാൽ അങ്ങനെ എടുത്തേക്കണ ഭൂമിയാണ് ഞങ്ങളിത്. അന്നത്തെ കാലത്ത് അവര് പറഞ്ഞാലും ഇരട്ടിക്കാശ് കൊടുത്താണ് ഞങ്ങൾ മേടിച്ചേക്കണത്. ഇപ്പോഴും ഇവിടെ ഒരു സ്കൂളില്ല, ഒരു ആസ്പത്രിയില്ല, ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ല. എന്നിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് കടലിൽ പോയാൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അറിയാലോ. കടലിൽ പോയാൽ ഡീസൽ കാശ് കടവിട്ടാണ് വന്നത്.
ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ടൈമാണിത്. എന്തായാലും കമ്മീഷനെയും അതോടൊപ്പം നടപടികളെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സമരരംഗത്ത് ഉറച്ചു തന്നെ നിൽക്കും. അതെ അതെ അതെ, സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോമ്പുറം പോയി കഴിഞ്ഞപ്പോൾ 1 മാസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ എന്താണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇവിടുത്തെ അവസ്ഥകളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഓരോ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ്. 3 മാസം കൊണ്ട് തീരും എന്ന കാര്യത്തിൽ ഒരു സംശയം കമ്മീഷന് തന്നെയുണ്ട്. അല്ല, അത് സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ അദ്ദേഹവുമായിരുന്ന് കമ്മീഷനുമായിട്ടിരുന്ന് എന്ത് ആണോ കാണിക്കേണ്ടത്, എന്താണോ അറിയിക്കേണ്ടത്, എന്താണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരാധാരം മാത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പോൾ ഒന്നും അറിയില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതായത് ഒരു ആധാരം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറം നോക്കിയാലും ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കമ്മീഷനെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഇപ്പൊ കണ്ട ഈ ഫ്ലെക്സ് ഇതൊക്കെ കണ്ട, ഈ കാർഡ് ഇതൊക്കെ കണ്ട, ഈ ഐക്യത്തിലായിട്ട് ഇവിടെ കെട്ടാൻ സ്ഥലമില്ല. ഞങ്ങളുടെ രേഖകൾ ഈ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കാണിക്കണ്ടേ. ഞങ്ങളുടെ ആധാരം എന്ന് പറഞ്ഞില്ലേ, തീരാധാരം ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങൾ കാണിക്കണ്ട്. ഇവിടെ വന്ന ആൾക്കാർ കൂടിക്കൂടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്, ഞങ്ങൾ പറയണത് സത്യമാണെന്ന് കണ്ടിട്ടല്ല അവർ പറഞ്ഞത് വന്നത്. അല്ലെങ്കിൽ ഇത് സത്യമല്ല എന്ന് കണ്ടാൽ വല്ലവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുമോ? വരൂല. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിനെ വിശ്വാസമില്ല. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോണ ആൾക്കാരൊക്കെ ഞങ്ങൾ ഇപ്പോഴും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളെ എപ്പോഴും മണ്ടന്മാരാണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങളെ ഇപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതായത് വകുപ്പുകളെല്ലാവരും ഇപ്പോൾ ഒരു കൊച്ചിനോട് ചോദിച്ചാലും പറയും ഇവിടുത്തെ വകുപ്പ് എന്താണെന്ന്. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ, അതായത് ഇഷ്ടംമാരെ ആൾക്കാർ ഇപ്പൊ ഇത് നീണ്ടുപോയാലുണ്ടല്ല, ഇവിടെ ചിലപ്പോൾ ആത്മഹത്യ വരെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. 170% ആൾക്കാരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. രഞ്ജിത്ത്, വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാരണം നമ്മൾ നേരത്തെയും പലതവണ പറഞ്ഞതുപോലെ തികച്ചും സാധാരണക്കാരാണ് അവരെല്ലാവരും. മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ പേരും. അവരെ കഷ്ടപ്പെട്ട് അവരെ സ്വന്തമാക്കിയ, പണം കൊടുത്ത് തന്നെ സ്വന്തമാക്കിയ, നികുതി അടച്ചുണ്ടാക്കിയ ഭൂമിയിലാണ് ഈ രീതിയിലുള്ള അവകാശവാദങ്ങളുമായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾ ഏതറ്റം വരെ പോകും എന്ന് തന്നെയാണ് ഈ സമരത്തിന്റെ 50ാം ദിവസത്തിലും അവർ പറയുകയും ചെയ്യുന്നത്. മുനമ്പം കമ്മീഷൻ അവർ സ്വാഗതം ചെയ്യുന്നു, എല്ലാ രീതിയിലും സഹകരിക്കും. പക്ഷേ മുനമ്പം ജനതയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളണം എന്ന് അവർ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, ഡാനി പോളാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മുനമ്പം സമരം ഇന്ന് 50ാം ദിവസമാണ്. കേരളം കണ്ട ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് ഈ മുനമ്പം സമരം. ഒരു 600-650 കുടുംബങ്ങളുടെ അവസ്ഥ ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ്. കണക്കുകൾ വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി HIV പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ HIV കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് കുറവ് വരുന്നില്ല എന്നതാണ് നിരാശയുണ്ടാക്കുന്ന കാര്യം. 2030 ആകുമ്പോഴേക്കും പുതിയ HIV അണുബാധയില്ലാത്ത കേരളം എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സിനെ പറ്റി കൃത്യമായ ശാസ്ത്രീയ അറിവുകൾക്കുപരി മിഥ്യാധാരണകളാണ് സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. HIV പോസിറ്റീവ് ആവുക എന്നാൽ ഒരു വൈറസ് ബാധയാണെന്നും എയ്ഡ്സ് എന്നത് അതിൻ്റെ അവസാന ഘട്ടമാണെന്നും ഇന്നും പലർക്കും അറിയില്ല. HIV ബാധിക്കപ്പെട്ടാൽ അത് നേരിട്ട് എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് എത്തുന്നില്ല. HIV ബാധ നേരിട്ട് മരണത്തിന് കാരണമാവുകയില്ല എങ്കിലും കാലക്രമേണ മനുഷ്യനിലെ രോഗപ്രതിരോധ ശേഷി നശിക്കുകയും അതുവഴി എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും തൽഫലമായി എളുപ്പത്തിൽ അസുഖങ്ങൾ ബാധിക്കപ്പെടുകയും അത് ഗുരുതരവും സങ്കീർണമാവുകയും ചെയ്യും. അതുവഴി മരണം വരെ സംഭവിക്കാം. എന്നാൽ ഈ അവസ്ഥയിലേക്ക് പോവാതെ നോക്കാനുള്ള മികച്ച ചികിത്സ ഇന്ന് ലഭ്യമാണ്. തുടക്കത്തിൽ തന്നെ ശാരീരിക ലക്ഷണങ്ങളിലൂടെ HIV ബാധ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. 2 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പനി, ജലദോഷം പോലെയുള്ള വളരെ സാധാരണമായ ലക്ഷണങ്ങൾ മാത്രമാവും കാണപ്പെടുക. പക്ഷേ HIV വൈറസ് രോഗിയുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നിശബ്ദമായി തകർക്കുന്നുണ്ടാകും. HIV പിടിപെടാനുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക എന്നതാണ് ഇൻഫെക്റ്റഡ് ആവാതെ നോക്കാനുള്ള ഏക മാർഗം. മറ്റ് വൈറസിനെ പോലെ തന്നെ HIV-ക്കും ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഇൻക്യുബേഷൻ പീരീഡിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫലം കൃത്യമാവണമെന്നില്ല. അതിനാൽ ഇത്തരം സാഹചര്യത്തിൽ കൃത്യമായി ആശുപത്രിയെ സമീപിക്കുക എന്നത് അനിവാര്യമാണ്. മറ്റേത് പകർച്ചവ്യാധിയേക്കാളും സമൂഹത്തിൽ വേഗതയിലും എളുപ്പത്തിലും പടരുന്ന ഒന്നാണ് തെറ്റിദ്ധാരണകൾ. എയ്ഡ്സിനെ പറ്റിയും യാഥാർത്ഥ്യങ്ങൾക്കുപരി ഇന്ന് നിലനിൽക്കുന്നത് പലതും തെറ്റിദ്ധാരണകളാണ്. ചില ലൈംഗിക ആഭിമുഖ്യമുള്ളവരിൽ മാത്രമേ എയ്ഡ്സ് കാണപ്പെടാറുള്ളൂ എന്നതാണ് അതിൽ പ്രധാനം. മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ പലതുമുണ്ടെങ്കിലും വൈറസുകളുടെ കാര്യത്തിൽ അത്തരം ഒരു സ്വഭാവമില്ല. വൈറസ് ബാധയ്ക്കുള്ള സാധ്യത ഏതൊരു മനുഷ്യനിലും തുല്യമാണ്. മറ്റൊന്ന് HIV ബാധ ഗർഭധാരണത്തെ ബാധിക്കുമെന്നതാണ്. HIV ഒരു തരത്തിലും ഗർഭധാരണത്തെ ബാധിക്കുകയില്ല.
രോഗത്തിന് ചികിത്സയില്ല എന്നതും HIV പോസിറ്റീവായാൽ ജീവിതം അവസാനിച്ചു എന്നതും സത്യമല്ല. എയ്ഡ്സ് ആദ്യമായി പടർന്നു പിടിച്ച സമയങ്ങളിൽ ചികിത്സയുടെ അഭാവം ഉയർന്ന മരണനിരക്കിന് കാരണമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. കൃത്യമായ ചികിത്സ നടത്തുകയാണെങ്കിൽ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് പോവാതെ നോക്കാം. HIV പോസിറ്റീവായാൽ അതിനുള്ള ചികിത്സയ്ക്കും സമൂഹത്തിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും കേരള സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ സുരക്ഷ, ജ്യോതിസ്, പുലരി, ഉഷസ് എന്നീ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന പല സേവനങ്ങളും ഇന്ന് ലഭ്യമാണ്. ജ്യോതിസ് പ്രോഗ്രാമിൽ സർക്കാർ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ തുടങ്ങിയ സർക്കാർ ആശുപത്രികളിൽ HIV ടെസ്റ്റ്, കൗൺസിലിംഗ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ സ്വന്തം ഇഷ്ടപ്രകാരമോ ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. വ്യത്യസ്തമായ ലൈംഗിക ആഭിമുഖ്യമുള്ളവരിൽ HIV പടരാതിരിക്കാനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് സുരക്ഷ. നിലവിൽ HIV പോസിറ്റീവായിട്ടുള്ളവർക്ക് മികച്ച ചികിത്സ നൽകുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നീ സേവനങ്ങൾ നൽകുന്ന പ്രോഗ്രാമാണ് ഉഷസ്. HIV പറ്റിയുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാനും കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന സേവനവും ലഭ്യമാണ്. ഈ സർക്കാർ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കേണ്ടതില്ല. HIV ഒരു കുറ്റമായി കാണേണ്ടതുമില്ല. ജിമ്മുകളിലെ ഉപകരണങ്ങളുടെ പൊതുവായ ഉപയോഗം, ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നത്, സംസാരിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത് അതുവഴിയൊന്നും HIV പടരില്ല. HIV ബാധിതരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് അത്യന്തം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. പലകുറി പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നത് സമൂഹത്തിൻ്റെ മാറാത്ത മനോഭാവം കൊണ്ട് മാത്രമാണ്. നമ്മളോടൊപ്പം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആധികാരികമായി പറയാൻ ഉള്ള മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഡോക്ടർ യാമിനി തങ്കച്ചി ചേരുന്നുണ്ട്. നമസ്കാരം മാഡം, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ വിശദമായി തന്നെ നമ്മുടെ ഈ വാർത്തയിൽ ഇപ്പോൾ പറഞ്ഞ വിശദീകരണത്തിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഭീതി, ഒരു ഭീഷണിയൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലങ്ങളെ പോലെ അധികം കേൾക്കുന്നില്ല ഈ രോഗത്തെക്കുറിച്ച് എങ്കിൽ പോലും നമുക്കിത് പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാറായിട്ടില്ലല്ലോ, അല്ലേ? അതിനുള്ളൊരു പ്രയത്നത്തിലല്ലേ നമ്മൾ? അതെ 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 ഒരു ക്യൂർ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു നോർമൽ വേറെ ഏത് ക്രോണിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ പോലെ തന്നെ മരുന്ന് കഴിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. മരുന്ന് കഴിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വെച്ചിട്ട് സാധാരണ ലൈഫ് സ്പാനിന്റെ അത്രയും തന്നെ നമുക്കും ജീവിക്കാൻ പറ്റും HIV അണുബാധ ആയിരുന്നാൽ. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്ത് HIV ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ്. HIV ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം, അല്പം ലോക ആവറേജിനേക്കാളും വ്യത്യാസമുണ്ട് എന്നുള്ള കണക്കൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കാരണമായി മനസ്സിലാക്കുന്നത് എന്തായിരിക്കാം? ഇപ്പം തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഹൈ പ്രിവലൻസ് വന്നിരിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷെ ഓവറോൾ കേരളത്തിന്റെ പ്രിവലൻസ് ഇന്ത്യയിലെ ഏറ്റവും കുറവാണ്. 0.07 ആണല്ലേ അതിന്റെ സാന്ദ്രത? 0.07. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നത് 0.02 ആണ് ഈ ഇന്ത്യയിലെങ്കിൽ കേരളത്തിൽ 0.07 ആണ്. അങ്ങനെ ഒരു കണക്കുണ്ട് അല്ലേ? അതെ, 0.22 ആണ് ഇന്ത്യയില്, 0.07 ആണ് കേരളത്തില്. ലോവസ്റ്റ് പ്രിവലന്റ് ആണ് കേരളം. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർവൈലൻസ് നടത്തുമ്പോഴത്തേക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് കുറച്ച് ഹൈ ആയിട്ട് കാണുന്നത് എന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഹൈ പ്രിവലന്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരുന്നത് തിരുവനന്തപുരമാണ്. ഇതിപ്പോൾ ഈ പുതിയ കാലത്ത് ഏത് ആർക്കിടയിലാണ് ഇതിൻ്റെ ഒരു ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത്? അങ്ങനെ ഒരു കണക്കുണ്ടോ? നമ്മൾ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ART സെന്റർ എന്ന് പറയുന്നത് ആന്റി റെട്രോ വൈറൽ തെറാപ്പി കൊടുക്കുന്ന സെന്റേഴ്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുന്ന സെന്റേഴ്സ്, അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 17,000 ആൾക്കാരാണ്. 17,000 ആൾക്കാരാണ്. കേരളം മുഴുവനാണോ മാഡം? കേരളം മുഴുവൻ 17,000 ആൾക്കാരാണ് അവിടെ നമുക്കിപ്പോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു വർഷത്തിൽ പോസിറ്റീവായ ആൾക്കാർ നോക്കുമ്പോൾ മെജോറിറ്റി നമ്മുടെ ജനറൽ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഞാനും നിങ്ങളും പോലത്തെ ജനറൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി വേർതിരിച്ചു നോക്കിയാൽ, കമ്മ്യൂണിറ്റി വേർതിരിക്കുന്നത് ഹൈ റിസ്ക്
ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, മെയിൽസ് ഹാവിംഗ് സെക്സ് വിത്ത് മെയിൽ ഉണ്ട്, ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ് ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ട്രക്കേഴ്സ് ഉണ്ട്, മൈഗ്രൻസ് ഉണ്ട്, ജനറൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും വേർതിരിച്ച് ഇവരുടെ ഉള്ളില് ആർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ MSMസിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഈ കണക്ക് രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണല്ലോ ഈ 17,000. ഇത് രജിസ്റ്റർ ചെയ്യാത്തവരും ഇത് പറയാൻ ഇഷ്ടപ്പെടാത്തവരും ചികിത്സ തേടാൻ മടിക്കുന്നവരും ഒക്കെ ആയ ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി. അതെ, അവരെയാണ് നമുക്ക് ഈ ന്യൂസും ഈ ഇൻഫർമേഷനും എത്തിക്കേണ്ടത് അവരിൽ നിന്നാണ്. എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാര് ഒന്നെങ്കിൽ ഒരു റിസ്ക് ബിഹേവിയർ ചെയ്തിട്ട് അവർക്ക് അറിവ് പോലും ഇല്ല അവർ പോയി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യേണ്ടതാണെന്ന്. ആ അറിവ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇതെല്ലാം കേൾക്കേണ്ടത്. രണ്ടാമത്തെ ആൾക്കാര് റിസ്കി ബിഹേവിയർ ചെയ്യുന്നുണ്ട്, പക്ഷെ പോസ്റ്റ്പോൺ ചെയ്ത് പോവുകയാണ്. വേണ്ട, ഇപ്പൊ ടെസ്റ്റ് ചെയ്യണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, അല്ലെങ്കിലും ഇപ്പൊ എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നു കാണില്ല എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ആൾക്കാർ കാണും. ചില ആൾക്കാര് വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും. ഈ 3 ആൾക്കാരും ഇത് കേട്ടിട്ട് സ്ക്രീൻ ചെയ്യാൻ പോകണം, ടെസ്റ്റ് ചെയ്യാൻ പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. നമ്മൾ ഇതിന് ഈ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ കൂടി കാണുമല്ലോ എല്ലാ രോഗങ്ങളെയും പോലെ ഇതിനും. അതെന്തൊക്കെയായിരിക്കാം? അതാണ് HIV-യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. HIV വൈറസ് ഒരാളുടെ ബോഡിക്കകത്ത് കയറി എന്ന് മാത്രമേ ഉള്ളൂ. ആ വൈറസ് ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ചില വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ CD4 എന്ന് പറയുന്നത്. ആ സെൽസ് അതാണ് നമ്മുടെ പ്രതിരോധ ശക്തി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ശരീരത്തിന്റെ. അതിനെ ഡിസ്ട്രോയ് ചെയ്ത് ആ ഡിസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് ബോഡിയിൽ കുറച്ച് സിംറ്റംസ് വരുന്നത്. അത് സാധാരണ ഒരാളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് 5 തൊട്ട് 10 വർഷം വരെ എടുക്കും. അതുവരെ ആ ആളെ കണ്ട എന്നെയോ നിങ്ങളെയോ പോലെ തന്നെ ഇരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഒരാൾക്ക് ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ് എന്ന് അറിയാൻ പറ്റില്ല. ആ ആൾക്ക് ആദ്യം തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, വല്ല ലിവർ ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട്. ഓൾറെഡി ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ സിംറ്റംസ് വരും. പക്ഷെ ഒരു ഹെൽത്തി ആളാണെങ്കിൽ സിംറ്റംസ് വരാൻ കുറച്ച് താമസം വരും. അതുകൊണ്ട് ഒരാൾക്ക് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ആരാണിത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ടെസ്റ്റുകൾ നടത്തണം. അപ്പോൾ അത് ഇത്തരം പ്രവർത്തികൾ എന്താണ്, ഏതൊക്കെ തലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇത്തരം ടെസ്റ്റുകളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെ ജീവിതശൈലി നയിക്കുന്നവരാണ് ഇത്തരം ടെസ്റ്റുകളിലേക്ക് പോകേണ്ടത്? ആകെ 4 രീതിയിലുള്ള ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മള് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, നമുക്ക് ഒരു പാർട്ട്ണർ അല്ല മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ സെക്സ് ഉണ്ടായിരിക്കുന്നു, അപ്പോഴൊന്നും നമ്മൾ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടില്ല, കോണ്ടംസ് യൂസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് 30 തൊട്ട് 40% വരെ ചാൻസസ് ഉണ്ട് ട്രാൻസ്മിഷൻ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. മൂന്നാമത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇപ്പോഴത്തെ ബ്ലഡ് ബാങ്ക്സിൽ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് ഉള്ളത് കൊണ്ട് ഈ രീതിയിലുള്ള ട്രാൻസ്മിഷൻ ഇപ്പൊ കാണാറേയില്ല. നാലാമത് ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ്. ഒരു ഡ്രഗ് യൂസർ ഉപയോഗിച്ച ഇഞ്ചക്ഷൻ അതേ നീഡിലും വെച്ചിട്ട് നമ്മൾ അടുത്ത ഡ്രഗ് എടുത്ത് നമ്മുടെ വെയിലിലോട്ട് നേരിട്ട് കുത്തുമ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ട്രാൻസ്മിഷന്റെ കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് നമുക്ക് തന്നെയാണ്. എക്സെപ്റ്റ് ഫോർ ഇപ്പൊ പ്രഗ്നൻസിയിൽ ചിലപ്പം ഹസ്ബൻഡിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ട് ഉള്ള സ്ത്രീ പ്രഗ്നൻസി സമയത്ത് മാൻഡേറ്ററി ആണ് നമ്മൾ HIV-യും ഹെപ്പറ്റൈറ്റിസും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. ആ സമയത്തായിരിക്കും അറിയുന്നത്. ആ സ്ത്രീ പോലും അറിഞ്ഞിട്ടില്ലായിരിക്കും. ബിക്കോസ് അവർക്ക് ഒറ്റ പാർട്ട്ണറേ ഉള്ളൂ, ഹസ്ബൻഡ്. പക്ഷെ ചിലപ്പോൾ ഹസ്ബൻഡിന് വേറെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അറിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ റിസ്ക് ബിഹേവിയർ എല്ലാം നമുക്കറിയാം. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ വേൾഡ് എയ്ഡ്സ് ഡേയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമേ നമ്മൾ എന്തൊക്കെയാണ് റിസ്ക് ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു റിസ്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി സ്ക്രീൻ ചെയ്യണം. ഏത് ICTCയിലും ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്റർ ഉണ്ട്. ഏത് ICTCയിലും ജസ്റ്റ് ഒന്ന് കയറി പോയിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രം മതി.
ഒപ്പം ഈ നമ്മുടെ ചികിത്സാ രീതികളും ആധുനിക കാലത്ത് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നേരത്തെയൊക്കെ നമുക്കറിയാം പേടിക്കേണ്ട അസുഖമായിരുന്നു, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ ക്യൂറബിളായ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സയുള്ള ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ഇപ്പം നേരത്തെ പറഞ്ഞ ക്യൂറബിൾ അല്ല. ഒരു പ്രാവശ്യം HIV വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം വരെ HIV വൈറസ് അവിടെ കാണും. പക്ഷെ നമുക്ക് വളരെ നല്ല പുതിയ പുതിയ ഡെവലപ്മെന്റ് വന്നിട്ട് വളരെ നല്ല മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഈ HIV വൈറസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല, ബോഡിയുടെ പ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യും. ഇത് രണ്ടും കാരണം HIV വൈറസ് ഉണ്ടെങ്കിലും അത് ആക്റ്റീവായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ബോഡിയെ എഫക്ട് ചെയ്ത് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പം ആ ആൾക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. വൈറൽ ലോഡ് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ടെസ്റ്റ് ചെയ്യും. ആ വൈറൽ ലോഡ് സപ്രസ്ഡ് ആണോ, അതായത് 1 ml ബ്ലഡിൽ 1000-ൽ കുറവായ വൈറസ് ആണോ കാണുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും മുന്നോട്ട് പോകാം. കൂടുതലാണ് കാണുന്നെങ്കിൽ നമുക്ക് മരുന്ന് വല്ലതും മാറ്റണോ, ഡോസ് മാറ്റണോ, വേറെ ഏതെങ്കിലും എക്സ്ട്രാ മരുന്ന് കൂട്ടണോ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നന്ദി മാഡം. ഏതായാലും വളരെ വിശദമായി തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചതിന്. ഡോക്ടർ യാമിനി തങ്കച്ചിയാണ് ചേർന്നത്, മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ. ഒരിക്കൽ കൂടി മാഡത്തിന് നന്ദി അറിയിക്കുന്നു. നമുക്കിനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസുമായി കൃഷ്ണേന്ദു ചേരും. സത്യപ്രതിജ്ഞാ തീയതിയും വേദിയും തീരുമാനിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതാണ് മഹായൂതി സഖ്യത്തിന്റെ പോക്ക് മഹാരാഷ്ട്രയിൽ. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി ആകില്ലെന്ന് ഉറപ്പായ ശിവസേന വിലപേശൽ തുടരുകയാണ്. ആഭ്യന്തര വകുപ്പാണ് സേനയുടെ ഏറ്റവും പുതിയ ഡിമാൻഡ്. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, ഇവിടെ നമുക്കറിയാം ഒരാഴ്ച കഴിഞ്ഞു ഒരു വലിയ വിജയം മഹായൂതി സഖ്യം നേടിയിട്ട്. പക്ഷേ BJPക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിനടുത്ത് സംഖ്യ ഉണ്ടായിട്ട് പോലും സഖ്യകക്ഷികളുടെ പിണക്കം, പ്രത്യേകിച്ച് ശിവസേനയുടെ പിണക്കം ഈ സർക്കാർ രൂപീകരണത്തിന് ഒരു പ്രതിസന്ധിയാവുകയാണോ? അതെങ്ങനെയാണ് ഇപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത്? രാകേഷ്, രഞ്ജിത്ത്, വേദി തീരുമാനിച്ചു, സമയം നിശ്ചയിച്ചു. അതായത് 5-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5 മണി മുംബൈയിലെ ആസാദ് മൈതാൻ. BJP ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇന്നലെ ചന്ദ്രശേഖർ ബവൻകുലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അദ്ദേഹമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ആരെന്ന് മാത്രം BJP പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് കാരണം അതൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം BJPക്ക് ന്യായങ്ങളുണ്ട്. 5-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ, ഇനിയും 4 ദിവസം ബാക്കിയുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും വലിയ വിജയം നേടിയിട്ട് 4-ൽ 3 ഭൂരിപക്ഷത്തോടുകൂടി വിജയം നേടി ഇപ്പോൾ 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ആരെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇതുവരെ ആയിട്ടില്ല. ബവൻകുലയുടെ പ്രതികരണത്തിന് ശേഷം ഇന്നലെ അജിത് പവാർ കുറച്ചുകൂടി കടത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് BJPയിൽ നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രിമാർ 2 സഖ്യകക്ഷികളിൽ നിന്നുണ്ടാകുമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപനം, മുഖ്യമന്ത്രി ആരാകുമെന്ന് പ്രഖ്യാപനം നടത്തേണ്ടത് BJPയാണ്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ദേവേന്ദ്ര ഫഡ്നവിസിന് തന്നെയാണ് സാധ്യത. ആ തീരുമാനത്തിലേക്ക്, ഒറ്റപ്പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ ഷിൻഡെ ഇടഞ്ഞു നിൽക്കുന്നത്, അവർ വിലപേശുന്നത് തന്നെയാണ് BJPയെ ഈ പ്രഖ്യാപനം വൈകിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് നിയമസഭാ കക്ഷിയോഗം ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഏതായാലും ആഭ്യന്തര വകുപ്പ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിൻഡെ സേന. അതിന് കാരണം അവർ നിരത്തുന്ന വാദം, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് ഏക്നാഥ് ഷിൻഡെയുടെ കീഴിലാണ്, അദ്ദേഹം നടപ്പാക്കിയ ജനപ്രിയ പദ്ധതികളാണ് വോട്ടായി മാറിയത്. രണ്ടാമതായി അതിന് നിരത്തുന്ന ന്യായം, സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാറില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്നു ദേവേന്ദ്ര ഫഡ്നവിസ്, അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈമാറിയിരുന്നത്. ആ അർത്ഥത്തിൽ ശിവസേനയ്ക്ക് ആഭ്യന്തര വകുപ്പ് അർഹതപ്പെട്ടതാണ് എന്ന വാദം അവർ നിരത്തുന്നു. ഏതായാലും ഷിൻഡെ ഇപ്പോഴും മുംബൈയിൽ മടങ്ങിയെത്തിയിട്ടില്ല. അദ്ദേഹം സത്താറയിൽ, അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലാണുള്ളത്. അതിനുശേഷം ആയിരിക്കും മറ്റ് ചർച്ചകളിലേക്ക് BJP കടക്കുക. ഏതായാലും ഷിൻഡെയെ പിണക്കാതെ ഒപ്പം നിർത്താനുള്ള ചർച്ചകൾ BJP ഒരു വശത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് മഹാരാഷ്ട്രയിലെ സാഹചര്യം. 8 വർഷത്തിനു ശേഷം സിറിയയിൽ വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷം രൂക്ഷം. സാധാരണക്കാരടക്കം 200-ലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു.
സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് കലാപം. വിമത വിഭാഗം വടക്കു പടിഞ്ഞാറൻ നഗരമായ അലപ്പോയിലേക്ക് ഇരച്ചുകയറിയതോടെയാണ് സംഘർഷം രൂക്ഷമായത്. 2016 ഇറാന്റെയും റഷ്യയുടെയും ഷിയി സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെ വിമതരെ സിറിയ തുരത്തിയതിനു ശേഷം ആദ്യമായാണ് ഇവർ നഗരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. സർക്കാർ കൈവശമുള്ള സ്ഥാപനങ്ങളിൽ വിമതർ അപ്രതീക്ഷിതാക്രമണം നടത്തി. 2020 മാർച്ചിൽ റഷ്യയും തുർക്കിയും സംഘർഷം ലഘൂകരിക്കാനുള്ള കരാറിന് സമ്മതിച്ചിരുന്നു. ഇതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേനകൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് തങ്ങളുടെ കടന്നാക്രമണമെന്നും വിമതർ വ്യക്തമാക്കി. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ വിമതരെ ചെറുക്കുന്നുണ്ടെന്ന് സിറിയ വ്യക്തമാക്കി. വിമതരെ തുരത്താനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് റഷ്യയും അറിയിച്ചു. സംഭവത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതിനിധി ഡേവിഡ് കാർഡൻ വ്യക്തമാക്കി. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 27 സാധാരണക്കാരുൾപ്പെടെ 200-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ സിറിയൻ അധികൃതർ അലപ്പോ വിമാനത്താവളവും നഗരത്തിലേക്കുള്ള റോഡുകളും അടച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നെൽകർഷകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ ഉൾപ്പെടെ 84 ലക്ഷം രൂപയാണ് ജില്ലയിലെ കർഷകർക്ക് നെല്ല് സംഭരിച്ച ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. പമ്പിംഗ് സബ്സിഡി ഇനത്തിലും കോടികൾ നൽകാനുണ്ട്. 2020-21 കാലയളവ് മുതൽ കേന്ദ്ര സർക്കാർ താങ്ങുവിലയിൽ വർദ്ധിപ്പിച്ച തുക ഉൾപ്പെടെ നൽകണമെന്നും കർഷകർ ആവശ്യം ഉന്നയിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ 184 കർഷകർക്കായി നെല്ല് സംഭരിച്ച ഇനത്തിൽ 83 ലക്ഷം രൂപയാണ് നൽകാനുള്ളത്. ഈ വർഷത്തെ രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണം 85% പൂർത്തിയായെങ്കിലും നാളിതുവരെ നെല്ലിന്റെ വില പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ 3 വർഷമായി കുടിശ്ശിക 32 കോടിയോളമാണ്. കർഷകരോട് സർക്കാർ കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് സമരക്കാർ പറയുന്നു. ഞങ്ങൾ നെൽകർഷക സംരക്ഷണ സമിതി രൂപീകൃതമാകുന്ന 1.5 വർഷങ്ങൾക്ക് മുമ്പ് അന്നു മുതൽ 60ഓളം സമരങ്ങൾ ഞങ്ങൾ എടുത്തു. അതുകൂടാതെ 140 MLA-മാർക്കും ഞങ്ങളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി നിവേദനങ്ങൾ നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടുള്ള സമര പരിപാടികൾ ഓരോന്നും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഫലം കാണാത്തതുകൊണ്ടാണ് നിരാഹാര സമരം ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതും അനിശ്ചിതകാല നിരാഹാര സമരമാണ്. ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതോടുകൂടി സർക്കാർ ഞങ്ങളോടുള്ള അവഗണനയ്ക്കെതിരായ കണ്ണു തുറക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില ഇനത്തിൽ കഴിഞ്ഞ 4 വർഷമായി വർദ്ധിപ്പിച്ച തുക സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. 500 കോടി രൂപയിലധികം വരുവിത്. ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയ സമരം സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുമെന്നും സമരസമിതി പ്രഖ്യാപിക്കുന്നു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യദാർഢ്യ ജ്വാല തെളിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിശക്തമായ പ്രതിഷേധ സംഗമം നടത്താൻ നമ്മളിവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഐക്യദാർഢ്യ സംഗമം അതുകൊണ്ടും ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ നെൽകർഷക ബന്ദ് പ്രഖ്യാപിക്കുവാനാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രശ്നങ്ങൾക്ക്, അതായത് കർഷകരെ മുന്നോട്ട് വരിക ന്യായമായ അവകാശങ്ങൾ നേടുന്നതുവരെ അതിശക്തമായും ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നെൽകർഷക സംരക്ഷണ തീരുമാനിച്ചിട്ടുള്ളത്. വേലിയേറ്റം തടയാൻ തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുക, സംഭരണത്തിന്റെ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കുക, മടവീഴ്ചയ്ക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും നെൽകർഷക സമിതി ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് തൃത്താല തിരുമിറ്റക്കോട് വ്യാപകമായി നെൽവയൽ മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ഇരുമ്പകശ്ശേരിയിൽ നെൽകൃഷി ഇറക്കുന്ന പാടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തി കമ്പിവേലി കെട്ടിയതായാണ് പരാതി. സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഇരുമ്പകശ്ശേരിയിൽ കാലങ്ങളായി നെൽകൃഷി ചെയ്തിരുന്ന പാടമാണ് മണ്ണിട്ട് നികത്തി കമ്പിവേലി സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷകർ എഴുമങ്ങാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. എന്നാൽ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. പ്രതിഷേധം ശക്തമായതോടെ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ സംഘമെത്തി പരിശോധിച്ചു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകി. അനധികൃത നികത്തലിൽ കർശന നടപടിയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എന്റെ ചെറുപ്പം മുതൽ 10-70 വർഷം മുമ്പ് ഉള്ള കാലം മുതലേ കരിങ്കര എന്ന് പറയുന്ന കുട്ടാടൻ നെല്ല് എടുക്കുന്ന സ്ഥലമാണ്. അതിൽ മകരം വരെ വെള്ളം നിൽക്കും. ഇവിടുത്തെ ജനങ്ങളുടെ വെള്ളം അതിലാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പുറമുള്ള ആ വെള്ളം കൂടി മറ്റും ഇവരിത് തൂർത്ത് കഴിഞ്ഞാൽ ഉയർത്തിയാൽ അതുകൊണ്ട് ഇത് അതിൽ കമ്പി വയൽ കെട്ടിയിട്ടുണ്ട്, മണ്ണിട്ടിട്ടുണ്ട്. അത് രണ്ടും തീക്കി തരണം. ഇതിന് മേലിൽ അതിൽ മണ്ണിടാൻ ഏകദേശം എത്ര സെന്റ് 50 സെന്റോളം ഒരു തലക്കുന്ന ഒരു തല വരെ
3 മീറ്റർ 4 മീറ്റർ വെച്ചിട്ട് തറക്കുന്ന ഒരു തല വരെ ഉണ്ട്. കല്യാണ മണ്ഡപത്തിന്റെ പാർക്കിംഗിനെന്ന പേരിലാണ് പാടം നികത്തിയതെന്നാണ് കണ്ടെത്തൽ. 2 മീറ്റർ ഉയരത്തിലാണ് നികത്തൽ. കൃഷിക്ക് അനുയോജ്യമായ പാടം പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾ ജീവനക്കാരൻ പി ഉണ്ണിയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ വീട്ടിലെത്തിക്കും. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഉണ്ടായ മനോവിഷമമാണ് ഉണ്ണിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഉണ്ണിയുടെ ആത്മഹത്യയെ തുടർന്ന് സർക്കാരിനും മാനേജ്മെന്റിനും എതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ട്രാക്കോ കേബിൾ ജീവനക്കാർ. തിരുവനന്തപുരത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറി ഭർതൃമതിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. മുട്ടത്തറ കല്ലുമൂട് സ്വദേശി 38-കാരിയായ സിന്ധുവാണ് മരിച്ചത്. മുട്ടത്തറ SN നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ വി നായരുടെ വീട്ടിലെത്തിയായിരുന്നു ആത്മഹത്യ. അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിലുള്ള വിരോധമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ അരുണിന്റെ വീട്ടിലെത്തിയ യുവതി കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറി. തടയാൻ ശ്രമിച്ച അരുണിന്റെ വലിയമ്മയെ തള്ളി താഴെയിട്ടു. തുടർന്ന് മുറിക്കുള്ളിൽ കയറി കതകടച്ചു കുറ്റിയിട്ടു. വൃദ്ധ ബഹളം വെച്ചെങ്കിലും മുറി തുറന്നില്ല. നാട്ടുകാരും പൂന്തുറ പോലീസും സ്ഥലത്തെത്തി മുറി ചവിട്ടി തുറന്നപ്പോൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സിന്ധുവിനെ കണ്ടത്. അവിവാഹിതനായ അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്ന വിവരം സിന്ധു അറിഞ്ഞിരുന്നു. ഇതിന്റെ പ്രകോപനത്തിലാണ് വീട്ടിൽ കടന്നുകയറി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന സിന്ധുവും അരുണും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് സൗഹൃദത്തിലായത്. അരുണിനായി യുവതി പലരിൽ നിന്നും കടം വാങ്ങി പണം നൽകിയിരുന്നതായും പറയുന്നുണ്ട്. അരുണിന്റെ വിവാഹകാര്യത്തെ ചൊല്ലി വ്യാഴാഴ്ച രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. കാറിൽ വരികയായിരുന്ന അരുണിനെ തടഞ്ഞു നിർത്തിയ യുവതി ബലമായി കാറിനുള്ളിൽ കയറിയ ശേഷം സീറ്റുകൾ കത്തിക്കൊണ്ട് കുത്തിക്കീറി. തടയാൻ ശ്രമിച്ച അരുണിന് ഇടതു കൈയിൽ കുത്തേൽക്കുകയും അടിപിടിക്കിടെ യുവതിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത ദിവസമാണ് ആത്മഹത്യ. അരുണിനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക്, വിരലടയാള ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിന്ധുവിന് ഭർത്താവും 2 മക്കളുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ വളപട്ടണം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് കൊല്ലപ്പെട്ടതെന്ന് ബന്ധുക്കൾ. KSEB താൽക്കാലിക മീറ്റർ റീഡറായിരുന്ന ജോബിഷ് ജോർജാണ് മരിച്ചത്. ഒക്ടോബർ 23-നാണ് പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗത സംശയം ബലപ്പെടുത്തുകയാണെന്നും ബന്ധുക്കൾ പറയുന്നു. കൊടുവള്ളിയിൽ ജുവലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ വൻ വഴിത്തിരിവ്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കടയുടമയുടെ സുഹൃത്തായ രമേശാണെന്ന് പോലീസ് പറഞ്ഞു. രമേശ് ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മോഷ്ടിച്ച സ്വർണവും കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത 12 ലക്ഷം രൂപയും പിടിച്ചു. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് ആവളപ്പാണ്ടിയിൽ പിങ്ക് നിറത്തിലുള്ള മുള്ളൻ പായൽ പൂക്കളുടെ കാഴ്ചയ്ക്ക് ഇത്തവണയും മുടക്കമില്ല. കുറ്റിയോട്ട് നടയിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് നല്ല കാഴ്ചയെങ്കിലും പരിസരങ്ങളിലേക്ക് പായൽ പടരുന്നത് നാട്ടുകാർക്ക് ആശങ്കയുണ്ടാക്കുന്നു. ആവളപ്പാണ്ടി ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. മുള്ളൻപായൽ പൂക്കൾ പിങ്ക് നിറത്തിൽ നിറയെ പരന്നു നിൽപ്പുണ്ട്. തെക്കൻ അമേരിക്കൻ നാടുകളിൽ നിന്നാണ് കബോംബ ഫെർക്കാറ്റ എന്ന ഈ ജലസസ്യമെത്തുന്നത്. മുള്ളൻപായൽ എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. മറ്റ് ജലസസ്യങ്ങളെ അപേക്ഷിച്ച് അതിവേഗം പടർന്നു പിടിക്കുന്ന ഇനമാണിത്. മുള്ളൻപായൽ കാണാനും ചിത്രങ്ങൾ പകർത്താനുമെത്തുന്നവർ ഏറെയാണ്. വലിയ തിരക്കായിരുന്നു. അത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാം, അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അത് നവംബർ ഡിസംബർ മാസങ്ങളാണ് കൂടുതലായിട്ടും പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇത് കൃഷിക്ക് യോജ്യമല്ല. പക്ഷേ ഇപ്പോൾ ഈ 1-2 വർഷത്തോളം കുറഞ്ഞു വരുന്നൊരു ആണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആവളപ്പാണ്ടിയുടെ ഇതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു പൂവാണ് ചെല്ലിപ്പൂ എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ മുള്ളൻപായൽ നെൽപ്പാടങ്ങൾക്ക് ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷിന് ഇന്ന് നിർണായക പോരാട്ടം. ഇന്നലെ നടന്ന 5ാം മത്സരം സമനിലയിലായതോടെ ഇരുവർക്കും തുല്യ പോയിന്റുകളാണ്. ഹരി വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, ഒരു ഐതിഹാസികമായ പോരാട്ടമാണ് നടക്കുന്നത്. ഗുകേഷ് അഭിമാനം സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ?
തീർച്ചയായും ഐതിഹാസികമായ പോരാട്ടം തന്നെയാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 6ാം മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ ടിങ് ലിഷേൻ 43 ഗെയിമോടുകൂടി തന്നെ 43 തന്നെ ആദ്യത്തെ മത്സരം ജയിച്ചെങ്കിൽ പോലും തിരിച്ചു വരികയായിരുന്നു ഗുകേഷ്. 2ാം മത്സരത്തിൽ അദ്ദേഹത്തിന് സമനില പിടിച്ചുപറ്റാൻ സാധിച്ചു. 3ാമത്തെ മത്സരത്തിൽ വെറും 37 നീക്കങ്ങളോടെയാണ് ഗുകേഷ് വിജയം സ്വന്തമാക്കുകയും ചെയ്തത്. പിന്നീട് തുടർച്ചയായ 4 മത്സരവും 5ാം മത്സരവും സമനിലയിലാവുകയായിരുന്നു. അങ്ങനെ 2.5 പോയിന്റോടുകൂടി ടിങ് ലിഷേനും ഗുകേഷും രണ്ടുപേരും സമനിലയിൽ തുടരുകയാണ്. ഇന്ന് 6ാം മത്സരം നടക്കുകയാണ്. ഡിസംബർ 14-നാണ് 14ാമത്തെ മത്സരം, അതായത് അവസാന മത്സരം നടക്കുന്നത്. ഇങ്ങനെ വളരെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ വെള്ളക്കരിക്കിലായിരുന്നു ഗുകേഷിനുണ്ടായിരുന്നത്. പക്ഷേ മത്സരത്തിന് ഇടയിൽ ഗുകേഷിന് ഒന്ന് പിഴച്ചെങ്കിൽ പോലും വലിയ തിരിച്ചുവരവാണ് ഗുകേഷ് നടത്തിയത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ടിങ് ലിഷേന് വളരെ അനായാസമായ ഒരു വിജയം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും മത്സരത്തിലേക്ക് ശക്തമായ നിലയിൽ തന്നെയാണ് ഗുകേഷ് തിരിച്ചെത്തിയത്. ആ ഒരു ശക്തമായ നിലയിൽ തന്നെ ഇന്നത്തെ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഗുകേഷ് പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗ്രാൻഡ് മാസ്റ്ററായ ടിങ് ലിഷേനെതിരെയുള്ള മത്സരത്തിൽ ഇത്രയും വലിയൊരു ആദ്യത്തെ 5 മത്സരത്തിൽ തന്നെ ഗുകേഷ് ഇത്രയും ശക്തമായ നിലയിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും ആരും കരുതിയിരുന്നതല്ല. പക്ഷേ ഇങ്ങനൊരു സമനിലയിൽ 2.5 പോയിന്റോടെ ഇരുവരുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ മത്സരം ഗുകേഷിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ സമനില പോയിന്റ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കൊണ്ടും മാത്രമല്ല വിജയപാതയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതും ഗുകേഷിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. 6ാമത്തെ മത്സരം, പ്രത്യേകിച്ച് ഈ 14 മത്സരങ്ങളുടെ നടുവിലേക്ക് നമ്മൾ കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം വിജയിച്ചാൽ മാത്രമേ തുടർന്നുള്ള മത്സരങ്ങളിൽ പോലും ഗുകേഷിന് അതിന്റെ ആധിപത്യം ടിങ് ലിഷേനെതിരെ പുലർത്താനും സാധിക്കുകയുള്ളൂ. ഇന്ന് ഉച്ചയോടെയാണ് 6ാമത്തെ മത്സരവും നടക്കുന്നത്. ശരി, ഏതായാലും രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു അവധി ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. ബി എ ഉണ്ണികൃഷ്ണനെതിരെ, നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമാണ് സാന്ദ്ര ഉന്നയിച്ചത്. ഒരുപാട് ഭീഷണികൾ എനിക്കുണ്ടായി. അത്രയ്ക്കധികം എന്നെ എന്താ പറയുക, നമ്മളെ ഒരു ഭിത്തിയോട് ചേർത്ത് നിർത്തി ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല, നമ്മൾ ഇന്ന ആളാണ് എന്നെ ഉപദ്രവിക്കുന്നത്.